സിനിമയിൽ ലഹരിയുണ്ട്. മലയാളത്തിലൊരു പ്രശസ്തനായ എൻ്റെ പേരിൽ പോക്സോ കേസ് അടക്കം കൊടുത്തിട്ടുള്ളൊരു സംവിധായകൻ്റെ ഒരു സിനിമ ലക്ഷദ്വീപിൽ നടക്കുമ്പോൾ അതിലെ നായകൻ അഭിനയിക്കാൻ ലക്ഷദ്വീപിൽ ലാൻഡ് ചെയ്തത് ആദ്യം ചെയ്തത് അയാളുടെ അസിസ്റ്റൻറ്റ് പോയത് പട്ടച്ചാരായവും ലഹരിയും കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചാണ്. എറണാകുളത്ത് നിന്ന് നിൻ്റെ തലവെട്ടികളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട് എനിക്ക്. ഒരു യുവ നടനെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ പേരില്ല, ഒരു അഴുക്കച്ചെറുക്കനെ കുറിച്ച് പറഞ്ഞതിൻ്റെ. നമുക്ക് മടി കനവില്ലെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? ഇപ്പോൾ ഈ പയ്യൻ തന്നെ ആവേശം പോലുള്ള വലിയ ഹിറ്റായ സിനിമകളുടെയൊക്കെ മേക്കപ്പ് ആയിരുന്നു എന്ന് പറയും. ചിലപ്പോൾ അയാൾക്ക് വലിക്കാനായിരിക്കണം എന്നില്ല അയാൾ ഇത് കൊണ്ടുപോയത്, ഒരു കാരിയർ ആയിരിക്കാം. ഇത് വലിയ തിമിംഗലങ്ങളെ വിട്ടിട്ട് നൊത്തോലി മീനുകളെ പിടിക്കുന്ന നാടാണ്. അങ്ങനെയാണല്ലോ ഈ പെൺകുട്ടികൾ പോലും ശരീരം കൊടുക്കേണ്ടി വരുന്നതൊക്കെ ഈ വിട്ടുവീഴ്ചകളുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഫെഫ്ക എന്നൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ തിരുവനന്തപുരത്തുള്ള ഒരു തന്നെ പുറത്താക്കി. ഒരുപാട് എന്നെ തെറിയൊക്കെ വിളിച്ചാൽ ഒരുപാട് പ്രോഗ്രാമൊക്കെ ചെയ്തു. പെണ്ണ് കൂട്ടിക്കൊടുക്കലാണ് അവൻ്റെ പ്രധാന ജോലി. എൻ്റെ നാട്ടുകാരനായ ഒരു പ്രൊഡക്ഷൻ മാനേജരും ഡ്രൈവറും കൂടി വഴിയിൽ നിർത്തി എൻ്റെ ആ പെൺകുട്ടിയോട് നായികയോട് പറഞ്ഞു, പേടിയില്ല ഒറ്റ കിടക്കുക. ഇല്ല, പേടിയുണ്ടെങ്കിൽ പറ, ഞാൻ വന്ന് കിടക്കാം. എനിക്ക് പരിചയമില്ലാത്ത ഞാനൊരു അനിയനെ പോലെ കാണുന്ന ദിലീപിന് വേണ്ടി 118 മണിക്കൂർ ചാനൽ ചർച്ചയിൽ ദിലീപിനെ ഫേവർ ചെയ്ത് സംസാരിച്ച ആളാണ് ഞാൻ. എന്നാൽ എൻ്റെ സിനിമയിലെ നായികയായിരുന്ന കുട്ടിയായിരുന്നു അതിലെ വിക്ടി. പക്ഷേ അയാളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ ഈ ബാന്ദ്ര പോലുള്ള അയാളുടെ അത്ര തന്നെ പൊക്കമുള്ള ഒരു ചുരുട്ട് കൊടുത്ത് കടിച്ചു പിടിച്ച് നമ്മുടെ കേരളീയ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറേ കൂതറ സിനിമകൾ ചെയ്തതിലാണ് ദിലീപിൻ്റെ പതൻ. എല്ലാവർക്കും ദിനേശ് ആവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പോടാ പുല്ലെ എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു നടൻ്റെ ഡേറ്റിന് വേണ്ടിയോ ഒരു ചാനൽ മുതലാളിയോട് ഒരു സീരിയലിന് വേണ്ടിയോ കെഞ്ചാൻ ഈ ജന്മം ദിനേശ് പോകില്ല. ഹായ് ഹലോ, വെൽക്കം ടു ടേണിംഗ് സ്റ്റാർ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സിനിമാ സീരിയൽ സംവിധായകനും യൂട്യൂബറുമായ ശാന്തിവില്ല ദിനേശൻ സാറാണ്. സർ, വെൽക്കം ടു ദ ഷോ. സർ, നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിരുന്നൊരു കോൺട്രവേഴ്സി തന്നെ തുടങ്ങാം. നമ്മൾ കേട്ടിട്ടുണ്ട് RJ വയനാടൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇപ്പോൾ ഒരു ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ടു എന്ന്. പക്ഷേ അതിന് തന്നെ സപ്പോർട്ടായിട്ട് കള എന്ന് പറഞ്ഞ സിനിമയിലെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, കഞ്ചാവ് പിടിച്ചാലും അതൊരു നല്ല വ്യക്തിയാണെന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞിട്ടുണ്ട് ഈ RJ വയനാടൻ പുള്ളിയെ പറ്റി. സാറിന് അതിനൊരു ഒപ്പീനിയൻ എന്താണ് ഈ ഒരു ഇഷ്യൂവിനെ പറ്റി? അല്ല, ഞാനിതൊരു 3-4 വർഷമായിട്ട് മലയാള സിനിമയിലെ ലഹരികളെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മട്ടാഞ്ചേരിയിൽ നിന്ന് വിളിച്ചിട്ട് എറണാകുളത്ത് നിന്ന് നിൻ്റെ തലവെട്ടികളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട് എനിക്ക്. ഒരു യുവ നടനെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ പേരില്ല, ഒരു അഴുക്കച്ചെറുക്കനെ കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ. പക്ഷേ ആ പയ്യനിപ്പം നല്ല പയ്യന. ലഹരി മലയാള സിനിമയിലുണ്ട്. ആ ലഹരി എന്താ പറയുക, സെറ്റുകളിൽ ഷാഡോ പോലീസിനെയൊക്കെ ഇട്ടാൽ ഒരു പരിധിവരെ കുറയ്ക്കുകയും ചെയ്യാം. എൻ്റെ സുഹൃത്തായ ഉണ്ണികൃഷ്ണനാണ് ആദ്യമായിട്ട് അതിനെതിരെ സംസാരിച്ചത്. ഷാഡോ പോലീസിന് ഇടാൻ പറ്റില്ല. ഉണ്ണികൃഷ്ണൻ ലഹരി ഉപയോഗിക്കുന്ന ആളല്ല. അയാളുടെ ലഹരി എന്ന് പറഞ്ഞ സിനിമയാണ്, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനാണ്. അതിനപ്പുറം അയാൾക്ക് വേറെ ലഹരിയില്ല, മദ്യപാനം, പുകവലി ഒന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ അയാളാണ് ആദ്യമായിട്ട് ഷാഡോ പോലീസിനെ സെറ്റിൽ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഷാഡോ പോലീസിനെയൊക്കെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ മലയാള സിനിമയിലെ കുറേ ലഹരി കുറയ്ക്കാമായിരുന്നു. അല്ല, ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരാളായിട്ടും ഇങ്ങനെ ഒരു കാര്യം എനിക്കറിയില്ല എന്താണെന്ന്. കാരണം ഭൂരിപക്ഷം പേര് എതിർക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം, വലിക്കുന്നവന്മാരെല്ലാം എതിർക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം പുള്ളി അവരെ കൂടെ നിന്നത്. നല്ല തന്ത്രശാലിയായ ട്രേഡ് യൂണിയൻ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇത്തരം ലഹരികൾ ഉപയോഗിക്കുന്നവരുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ നവസിനിമ എന്ന് പറഞ്ഞ് നടക്കുന്നത് എറണാകുളത്തെ കുറേ കൂതറകളുടെ കൂടെ നിൽക്കണം എന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കണം ഉണ്ണികൃഷ്ണൻ. ഞാൻ അന്ന് ഉണ്ണികൃഷ്ണനെതിരെയും സംസാരിച്ചു. ഉണ്ണികൃഷ്ണൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. നമുക്ക് മടി കനവില്ലെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരെ കൂടെ നിൽക്കരുത് ട്രേഡ് യൂണിയൻ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഉണ്ണികൃഷ്ണൻ. പക്ഷേ ഉണ്ണികൃഷ്ണൻ നിന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മലയാളത്തിലൊരു പ്രശസ്തനായ എൻ്റെ പേരിൽ പോക്സോ കേസ് അടക്കം കൊടുത്തിട്ടുള്ളൊരു സംവിധായകൻ്റെ ഒരു സിനിമ ലക്ഷദ്വീപിൽ നടക്കുമ്പോൾ അതിലെ നായകൻ അഭിനയിക്കാൻ ലക്ഷദ്വീപിൽ ലാൻഡ് ചെയ്തത് ആദ്യം ചെയ്തത് അയാളുടെ അസിസ്റ്റൻറ്റ് പോയത് പട്ടച്ചാരായവും ലഹരിയും കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചാണ്. അത് ലക്ഷദ്വീപിൽ എവിടെയൊക്കെ കിട്ടുമെന്നുള്ള പോക്കറ്റുകൾ അന്വേഷിച്ച് പോയിട്ട് അവിടുന്ന് കൃത്യമായിട്ട് ആ പണം തീരുന്നവരെ അവിടുന്ന് കളക്ട് ചെയ്ത് ഈ നായകന് കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സിനിമയിൽ ലഹരിയുണ്ട്. ആ ലഹരി ഇപ്പോൾ ഈ പയ്യൻ തന്നെ ആവേശം പോലുള്ള വലിയ ഹിറ്റായ സിനിമകളുടെയൊക്കെ മേക്കപ്പ് ആയിരുന്നു എന്ന് പറയുന്നു. ചിലപ്പോൾ അയാൾക്ക് വലിക്കാനായിരിക്കണം എന്നില്ല അയാൾ ഇത് കൊണ്ടുപോയത്, ഒരു കാരിയർ ആയിരിക്കാം അയാൾ. ഇത് വലിയ തിമിംഗലങ്ങളെ വിട്ടിട്ട് നൊത്തോലി മീനുകളെ പിടിക്കുന്ന നാടാണ്. അപ്പോൾ ഈ മേക്കപ്പ് മാനിൽ ആ പ്രശ്നം അവസാനിക്കും. അതാണ് പ്രശ്നം. വാസ്തവത്തിൽ അയാളൊരു ഹതഭാഗ്യനായിരിക്കും. ആണ് സാർ ഇപ്പോൾ പറയുന്നത് മേക്കപ്പ് മാൻ ഒരു കാരിയർ ആയിരിക്കാം. ശരിക്കുള്ള യഥാർത്ഥ ആളിന് കൊണ്ട് ഇവരുടെയൊക്കെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അങ്ങനെയാണല്ലോ ഈ പെൺകുട്ടികൾ പോലും ശരീരം കൊടുക്കേണ്ടി വരുന്നതൊക്കെ ഈ വിട്ടുവീഴ്ചകളുടെ ഭാഗമായിട്ടാണ്. നേരെ മറിച്ച് എനിക്ക് നല്ല ജോലി അറിയാം, ഞാൻ ആ ജോലി ചെയ്യാം, നിനക്ക് മറ്റേ പണി എന്നെ കിട്ടില്ലടാ എന്ന് പറയാൻ ചിലപ്പോൾ ഈ മേക്കപ്പ് മാനെ പോലുള്ളവർക്ക് ആംബിയർ ഉണ്ടാവില്ല.
ഒരുമാതിരിപ്പെട്ട നിന്ന് കൊടുത്താലേ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയാണോ സിനിമ? ആയിരിക്കാം. കാരണം എല്ലാവർക്കും ദിനേശ് ആവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ദിനേശിന് സിനിമയില്ലെങ്കിലും സീരിയലില്ലെങ്കിലും ദിനേശ് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. ഇപ്പോൾ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നു. അത് തന്നെ സാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. ഞാനൊരാളുടെ മുന്നിൽ തോക്കില്ല, പോടാ പുല്ലേ എന്ന് പറയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു നടൻ്റെ ഡേറ്റിന് വേണ്ടിയോ ഒരു ചാനൽ മുതലാളിയോട് ഒരു സീരിയലിന് വേണ്ടിയോ കെഞ്ചാൻ ഈ ജന്മം ദിനേശ് പോകില്ല. അതെല്ലാവർക്കും കഴിയില്ല, അതാണ് പ്രശ്നം. ധൈര്യം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക 11 രൂപ കൊടുത്താൽ കിട്ടുന്ന റേഷൻ അരിയിൽ ചോറുണ്ണാമെന്നോ വിചാരിക്കുന്ന ആളുകളല്ല സിനിമയിലുള്ളവർ. അവർക്ക് വലിയ ഹോട്ടലുകളിൽ താമസിക്കണം, വലിയ വില കൂടിയ മദ്യം കഴിക്കണം, വില കൂടിയ ഷർട്ട് ഇടണം, നല്ല ഭക്ഷണം കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് അതൊന്നും വേണ്ട, റേഷൻ കടയിൽ നിന്ന് 11 രൂപയ്ക്ക് എൻ്റെ വെള്ളക്കാർഡാണ്, ഏറ്റവും മുതലാളിമാർക്ക് കിട്ടുന്ന കാർഡാണ് വെള്ളക്കാർഡ്, വാടക വീട്ടിൽ താമസിക്കുന്ന എനിക്ക് വെള്ളക്കാർഡാണ്. പക്ഷേ ഞാൻ അതുപോലും തിരുത്താൻ പോയിട്ടില്ല. വെള്ളക്കാർഡ് ഒരു അഹങ്കാരത്തിൻ്റെ ചിഹ്നമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 11 രൂപ കൊടുക്കണം. അപ്പോൾ മറ്റേ 2 രൂപ കൊടുത്താൽ കിട്ടും കിലോ. അപ്പോൾ ഈ 11 രൂപയുടെ റേഷൻ അരി വാങ്ങിയാലും സമൃദ്ധമായി കഴിക്കാൻ കഴിയും, അത് മതി ആഹാരം എന്ന് വിചാരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരുത്തന്നോടും വിട്ടുവീഴ്ച ചെയ്യില്ല. അതെല്ലാവർക്കും കഴിയണമെന്നില്ല, അതാണ് പ്രശ്നം. എനിക്കതുകൊണ്ട് ഈ മേക്കമ്മേൻ പയ്യനെ കണ്ടപ്പോൾ വെളുപ്പാങ്കാലത്ത് അവൻ്റെ ബാഗ് പിടിച്ചു എന്ന് പറയുമ്പോൾ ആ പയ്യൻ്റെ ചിലപ്പോൾ നിലനിൽപ്പായിരിക്കാം. നീ വരുമ്പോൾ ഇത്ര കിലോ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു കാണും. അത് കൊണ്ടുപോയില്ലെങ്കിൽ ചിലപ്പോൾ അവൻ ആ സെറ്റിലെ പ്രധാനപ്പെട്ട ആളുകളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഫെഫ്കയിൽ നിന്ന് ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ തിരുവനന്തപുരത്തുള്ള ഒരു തന്നെ പുറത്താക്കി. ഒരുപാട് എന്നെ തെറിയൊക്കെ വിളിച്ചാൽ ഒരുപാട് പ്രോഗ്രാമൊക്കെ ചെയ്തിരുന്നു. പെണ്ണ് കൂട്ടിക്കൊടുക്കലാണ് അവൻ്റെ പ്രധാന ജോലി. ഈ ഒരു വിഷയത്തിനെ പറ്റി, ഈ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഫെഫ്കെന്ന് പുറത്താക്കി കഴിഞ്ഞിട്ടും വേറൊരു സിനിമയുടെ പൂജയിൽ പുള്ളി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഫെഫ്കെന്ന് പുറത്താക്കി അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഒരു സിനിമയുടെ ഭാഗമായി ഇനി തുടരാൻ കഴിയും? പിന്നെ തുടരാൻ കഴിയും, ഒരു കുഴപ്പമില്ല. ഫെഫ്കയിലുള്ള ആളുകൾ സഹകരിക്കില്ല എന്നേ ഉള്ളൂ. ഒരാളുടെ ജോലി നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ ഫെഫ്കയ്ക്ക് വേണ്ടി ലേബർ കോടതിയിൽ പോയ ആളാണ്. നെടുമങ്ങാട്ടുള്ളൊരു മേക്കപ്പ് മാനെ ഇതുപോലെ പുറത്താക്കിയപ്പോഴേ അവൻ കൊണ്ടുവന്നൊരു കേസ് കൊടുത്തു. അങ്ങനെ ഫെഫ്കയ്ക്ക് വേണ്ടി എത്രയോ വർഷം തിരുവനന്തപുരത്ത് ലേബർ കോടതിയിൽ ഫെഫ്കയെ റെപ്രസെൻറ്റ് ചെയ്ത് പോയ ആളായിരുന്നു ഞാൻ. അതിൻ്റെ അനുഭവത്തിൽ പറയുന്നു, ഒരാളുടെയും ജോലി തടയാൻ പറ്റില്ല. പക്ഷേ നിന്നോടൊപ്പം ഞാൻ വർക്ക് ചെയ്യില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫർക്ക്, സ്റ്റിൽ ഫോട്ടോഗ്രാഫർക്ക് ആ സിനിമയിൽ വർക്ക് ചെയ്യാം. പക്ഷേ അതിൽ ഫെഫ്കയിൽ ആരും ഉണ്ടാവില്ല. ഫെഫ്കയില്ലെങ്കിൽ പിന്നെ അതെനിക്കറിയില്ല, അത് എൻ്റെ വിഷയമല്ല. ഫെഫ്കയിലുള്ള ഒരാളും കാർഡുള്ള ഒരാളും ആ സെറ്റിലുണ്ടാവില്ല. പുള്ളി എല്ലാം കൂടെ ചെയ്താൽ മതി. അതിൻ്റെ അർത്ഥം മലയാള സിനിമയിൽ നിന്ന് പോയി എന്നുള്ളൊരു അവസ്ഥ ഉറപ്പല്ലേ? പോണമല്ലോ, പോകേണ്ട ഒരാളല്ലേ. വളരെ ബോറനായ എന്നെക്കുറിച്ച് തന്നെ പറഞ്ഞത് എന്തെല്ലാം അശ്ലീല ഭാഷകളെന്നറിയാം. ഞാനാകെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണനെ പോലെ ഒരാളുടെ ചീത്ത വിളിക്കാൻ നീ ആയില്ല എന്ന് പറഞ്ഞതിനാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എൻ്റെ പഴയകാല സുഹൃത്താണ്. എൻ്റെ പേര് ഇപ്പോൾ 2 മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ ആളല്ല എന്നുള്ളതിനാണ് ഞാൻ അത് പറഞ്ഞത്. എൻ്റെ പേര് 2 കേസാണ് കൊടുത്തിരിക്കുന്നത്, മാനനഷ്ട കേസ്. പക്ഷേ ഉണ്ണികൃഷ്ണനെ പോലെ ഒരു ട്രേഡ് യൂണിയൻ നേതാവിന് ഉപയോഗിക്കാവുന്ന ഭാഷയിലല്ല അവ എടാ ബോടാ മറ്റവനെ മറിച്ചവനെ. ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഒരു മലയാള സിനിമയിലെ ക്രീം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സംവിധായകനെ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവിനെ, ഒരു തിരക്കഥാകൃത്തിനെ, ഒരു ട്രേഡ് യൂണിയൻ നേതാവിനെ വിളിക്കുന്ന ഭാഷ ശരിയല്ലായിരുന്നു. അത് പറഞ്ഞതിൻ്റെ പേര് അവ എന്നെ കുറേ തെറി വിളിച്ചു. ഞാൻ പിന്നെ ഇതൊന്നും തീ കുരുത്തവനായതുകൊണ്ട് ഇതൊന്നും വകവയ്ക്കുന്നവനല്ലാത്തതുകൊണ്ട് പോടാ എന്ന് പറഞ്ഞാൽ കളയുള്ളൂ. പക്ഷേ വളരെ ബോറാണ് മലയാള സിനിമയുടെ അവസ്ഥ. ഇത് മാത്രമല്ല, സാറിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഒരു മഹേഷ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിൻ്റെ എതിരെ ഒരു അതിക്രമം നടന്നില്ലായിരുന്നോ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ വന്നിട്ട്? പക്ഷേ ആ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് അതിന് 2 അഭിപ്രായം ഉണ്ടായിരുന്നു, നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു, മോശം അഭിപ്രായം. പക്ഷേ ഫെഫ്കെ നല്ല അസോസിയേഷനോ ആർട്ടിസ്റ്റുകളോ ഒന്നും ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. ആരും, സാറും പ്രതികരിച്ചിട്ടില്ലല്ലോ ആ ഒരു ഇഷ്യൂവിനെ പറ്റി. ഞാൻ ഒരു എപ്പിസോഡ് ചെയ്ത് കണ്ടില്ലേ? ഞാൻ മാത്രമേ ചെയ്തുള്ളൂ. അതിനെടുത്തിട്ട് എറണാകുളത്തുള്ള ഏതൊരു യൂട്യൂബർ അതെടുത്തിട്ട് മഹേഷിനെ വിളിച്ച് മഹേഷിനെ കൊണ്ട് എന്നെ പറയിപ്പിച്ചു. എല്ലാ ട്രേഡ് യൂണിയനും സ്വർണ്ണത്താലത്തിൽ എന്നെ എടുത്തുകൊണ്ട് നടന്നു. അത് ആ യൂട്യൂബർ വെറുതെ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നലെ മഹേഷിനെ വിളിച്ച് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെപ്പോഴും അങ്ങനെയാണെന്നേ, എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ പ്രതികരിക്കുന്നവരെ എപ്പോഴും കോർണർ ചെയ്യും. മഹേഷ് പോലും പേടിച്ചു പോയി എന്ന് തോന്നുന്നു. കാരണം ടെലിവിഷൻ പെട്ടേറ്റിയെ ഫെഫ്കയെയൊക്കെ മാറ്റി നിർത്തി, അമ്മയെ ആത്മയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ദിനേശ് ഇതിൽ ഇടപെട്ടു എന്ന് വന്നാൽ നാളെ എനിക്ക് പാരയാവുമെന്ന് എനിക്ക് തോന്നിക്കാണാം. ഞാൻ ഇന്നലെ മഹേഷിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ മഹേഷ് അവിടെ ഇവിടെയും തൊടാതെയൊക്കെ സംസാരിക്കുന്നു. ബൈ അളിയാ നിന്നെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊന്നും കാര്യമാക്കാത്ത ഞാൻ കാര്യമാക്കാറില്ല. ഞാൻ ആ വിവരം അറിഞ്ഞപ്പോൾ അപ്പം തന്നെ മഹേഷിനെ വിളിച്ചു. എന്നിട്ട് ദിനേശ് പണിക്കരെ, ആത്മയുടെ നടിനടന്മാരുടെ സീരിയൽ രംഗത്ത് നടിനടന്മാരുടെ ജനറൽ സെക്രട്ടറിയായ ദിനേശ് പണിക്കരെ വിളിച്ചു. മറ്റേ ഫെഫ്കയുടെ ടെലിവിഷൻ വിങ്ങിൻ്റെ തലവനായ ഷീജിത്ത് പലേരിയെ വിളിച്ചു. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായ സെറ്റിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ദിനേശ് പള്ളത്തിനെ വിളിച്ചു. അങ്ങനെ ആരൊക്കെയോ ഞാൻ വിളിച്ച ശേഷമാണ് ഞാൻ ആ പ്രോഗ്രാം ചെയ്തത്. കാരണം ഈ ഇടിച്ചു എന്ന് പറയുന്നവൻ അന്തസ്സായിട്ടാണ് എൻ്റെ ഫോണിൽ സംസാരിക്കുന്നത്. ഞാൻ ഇടിച്ചു എന്ന് തന്നെ പറയും. എനിക്ക് അപ്പോഴും ബോധമില്ലായിരുന്നു പറഞ്ഞത്. അപ്പോൾ എനിക്ക് എവനും എന്തോ സെറ്റിൽ വലിയ കൂടിയൊക്കെ ഉള്ളവനായിരിക്കാം.
40 വർഷം ഫീൽഡിൽ പരിചയമുള്ള ഒരു നടനെ, സെറ്റിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കാത്തൊരു നടനെ സ്ക്രിപ്റ്റ് വായിക്കാൻ ചോദിച്ചതിൻ്റെ പേരിൽ ഇടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സിനിമാ രംഗങ്ങളൊക്കെ ഇങ്ങനെ അധപ്പതിച്ചു തുടങ്ങി. എന്ത് ചെയ്യാൻ പറ്റും? സിനിമ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ സീരിയലിൽ ഇപ്പം ഇത് തന്നെ, ഈ കഞ്ചാവായാലും സ്ത്രീക്കെതിരെയുള്ള അതിക്രമമായാലും ഈ സീരിയൽ രംഗത്തും ഇത് കോമൺ ആണോ? പിന്നെ സിനിമയ്ക്ക് മുമ്പൊന്നുമില്ലല്ലോ. സിനിമയായാലും സീരിയലായാലും ഇങ്ങനത്തെ ഒരുപാട് അനഭിലഷണീയമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൽ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. എൻ്റെ സെറ്റിൽ ഞാൻ ആദ്യമായിട്ട് വലയം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുമ്പോൾ കോഴിക്കോട്ടുള്ളൊരു നടി, എനിക്കൊരു അനിയത്തിയെ പോലെ ഉള്ളൊരു നടി എൻ്റെ സെറ്റിലുണ്ടായിരുന്നു. ആ നടി ഇന്ന് എൻ്റെ സെറ്റിലെ ഷൂട്ടിംഗ് കഴിയും. ഇന്ന് രാത്രി അവർ ഭർത്താവിനോടൊപ്പം ട്രെയിനോ കയറി കോഴിക്കോട്ടേക്ക് പോകും. എന്നിട്ട് നാളെ രാത്രി അവിടെ നിന്ന് ബസ്സിലോ ട്രെയിനിലോ കയറി തിരിച്ചു വരണം. കാരണം അതിൻ്റെ പിറ്റേ ദിവസം മുതൽ മറ്റന്നാൾ മുതൽ അവർക്ക് ജ്വാല എന്ന് പറഞ്ഞൊരു സീരിയലിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് എൻ്റെ ജ്വാലയിലുള്ള ഡ്രസ് കണ്ടിന്യൂറ്റി എടുക്കാനാണ്. ആ ഡ്രസ്സെല്ലാം കോഴിക്കോട്ടിരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് പോണേ? ഭർത്താവിനോട് പോയി എടുത്തിട്ട് വരാൻ പറ. സുനിൽ എന്നാണ് അവരുടെ ഭർത്താവിൻ്റെ പേര്. സുനിലിനോട് പോയി എടുത്തിട്ട് വരാൻ പറ. നീ എൻ്റെ കൂടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കും. ഞാനിപ്പോൾ അന്ന് PS അച്യുതാനന്ദൻ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ താമസിച്ചിരുന്ന ഒരു വീടാണ് ഈ ഷൂട്ടിങ്ങിന് താമസിക്കാൻ എടുത്തിരുന്നത്. അപ്പോൾ VS കിടന്ന എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ട നേതാവായ VS കിടപ്പുമുറിയിലായിരുന്നു ഞാൻ ഏതാണ്ട് 2 വർഷത്തോളം താമസിച്ചത്. അങ്ങനെ അവളെ ഇവിടെ നിർത്തിയിട്ട് ഭർത്താവ് കോഴിക്കോട്ടേക്ക് പോയി. പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന് വിളിക്കാൻ പോയ എൻ്റെ നാട്ടുകാരനായ ഒരു പ്രൊഡക്ഷൻ മാനേജരും ഡ്രൈവറും കൂടി വഴിയിൽ നിർത്തി ഒരു ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് ആഘോഷപൂർവ്വം വരുന്നതിനിടയിൽ എൻ്റെ ആ പെൺകുട്ടിയോട്, നായികയോട് പറഞ്ഞു, നീ ഒറ്റയ്ക്കേ ഉള്ളൂ, സുല്ല് കോഴിക്കോട്ട് പോയി പേടിയില്ലേ ഒറ്റയ്ക്ക് കിടക്കുക? ഇല്ല, പേടിയുണ്ടെങ്കിൽ പറ, ഞാൻ വന്ന് കിടക്കാം. അവൾ സെറ്റിൽ വന്നിറങ്ങിയാണ്, കാറിൽ ഇറങ്ങിയാണ് ഒരു കൊടുങ്കാറ്റ് പോലെ എൻ്റെ അടുത്തേക്കാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തു കേട്ടോ എന്നെ. ഇങ്ങനെയൊക്കെ ചെയ്യാത്തതാണ് സെറ്റുകളിലെ കുഴപ്പം, സീരിയലുകളുടെ സിനിമകളുടെയൊക്കെ സെറ്റുകളിലെ കുഴപ്പമെന്ന് ഞാൻ പറയും. എൻ്റെ സെറ്റിൽ ഒരു നടിയോടും കണ്ണുകൊണ്ട് പോലും മോശമായിട്ട് ഞാൻ ഇന്നുവരെ, എനിക്കുള്ള മൂലധനം എന്ന് പറയുന്നത് 40 വർഷം സിനിമയിൽ നിന്നിട്ട് കണ്ണുകൊണ്ട് പോലും ഒരു മോശത്തരം കാണിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ ഹെഡായ അൽത്താഫിനോട് ചോദിച്ചു നോക്കൂ. ഞാൻ താമസിച്ചിരുന്ന ശാന്തിവിള എന്ന് പറയുന്ന പൊന്നുമംഗലം വാർഡ് എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ള വീടാണ്. ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഏത് വീട്ടിനകത്തും അടുക്കളയിൽ കയറി പോയി വോട്ട് ചോദിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയിരുന്ന ഒരൊറ്റ ഹൈന്ദവനായിരുന്നു ഞാനെന്ന് അഭിമാനത്തോടെ ഞാൻ പറയും. കാരണം ദിനേശ് ജീവിതത്തിൽ ചില പ്രിൻസിപ്പിളിലേ ജീവിക്കുള്ളൂ. അത് എൻ്റെ നാട്ടുകാർക്കും അറിയാം, എൻ്റെ സിനിമാ ഫീൽഡിലുള്ളവർക്കും അറിയാം. അതാണ് എൻ്റെ മൂലധനം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതില്ല, അതാണ് ഈ സിനിമയിലെ പ്രശ്നം. ഇതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ഡയറക്ടറായ നമ്മുടെ സാൻഡ്ര തോമസ് എന്ന് പറഞ്ഞ ഡയറക്ടറില്ലേ, പുള്ളിക്കാരത്തി പ്രൊഡ്യൂസർ പുള്ളിക്കാരത്തി പറയുന്നുണ്ടായിരുന്നു, ഒരു സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ലെന്നുണ്ട്. കാരണം മെയിൻലി മാനേജ് ചെയ്യുന്ന മണി മാനേജ്മെൻ്റ് ആയാലും കുറേ പ്രശ്നങ്ങൾക്കും കാരണം അവരാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരില്ലെങ്കിൽ പോലും ഒരു സിനിമ സ്മൂത്തായിട്ട് നടക്കാൻ പറ്റൂ. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ എൻ്റെ പേര് സാന്ദ്ര പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അവരെ ഫോട്ടോ മിസ്യൂസ് ചെയ്തു എന്നാണ്. അവർ പബ്ലിക് ഡൊമൈനിൽ ഇട്ടിരിക്കുന്ന ഏറ്റവും മാന്യമായ ഫോട്ടോകളാണ് എടുത്ത് ഉപയോഗിച്ചത്. ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. പക്ഷേ അവർ കാണിക്കുന്ന, അതായത് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവർ ദിവസവും ആളുകളെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് കേസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിനെതിരെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് എൻ്റെ പേര് കേസ് കൊടുത്തത്. ഞാനത് കാര്യമാക്കുന്നില്ല. വാസ്തവത്തിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നല്ല, പ്രൊഡ്യൂസർമാർ പോലും മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ആവശ്യമില്ല. കാരണം എല്ലാ നടന്മാരും സ്വയം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഈ പ്രൊഡ്യൂസർ എന്തിനാ? ആ പ്രൊഡ്യൂസർ ആവശ്യമില്ലാത്തടത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്തിനാ? അതിലൊന്നും കാര്യമില്ല. അതൊക്കെ ചുമ്മാ അതിനൊരു പഴമൊഴിയുണ്ട്, ഞാൻ അത് പറയുന്നില്ല. അത് അവർ വെറുതെ മീഡിയ അറ്റൻഷന് വേണ്ടി പറയുന്നതാണ്. ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഇല്ലാതെ ഒരു സിനിമ എങ്ങനെ ചെയ്യും? ഇപ്പോൾ കഞ്ഞി വയ്ക്കാൻ അരി വാങ്ങാൻ പോകുന്നത് മുതൽ സിനിമയുടെ A to Z കാര്യം ഈ പ്രൊഡ്യൂസർക്ക് ചെയ്യാൻ പറ്റും. ഇവർ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പക്ഷേ എല്ലാവർക്കും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഞാൻ കേട്ടു, മലയാള സിനിമയിലെ എല്ലാ പ്രൊഡക്ഷൻ കൺട്രോളർമാരും കള്ളന്മാരാണ്, മലയാള സിനിമയിലെ എല്ലാ നിർമ്മാതാക്കളും മാന്യന്മാരാണ്. ഇത് അങ്ങനെ ഒരു ജനറൽ അഭിപ്രായം പറയാം. കേട്ടുവരുന്നത് ആ ഒരു രീതിയിലാണ്. നമ്മൾ അത് കേട്ടുവരുന്നതല്ലേ. എത്രയോ പ്രൊഡ്യൂസർമാരെ പറ്റി എന്തെല്ലാം നാറിക കഥകൾ പറയാം, എനിക്ക് പറയാൻ പറ്റും. എത്രയോ മാന്യന്മാരായ ഗുഡ് നൈറ്റ് മോഹനുമായിട്ടൊക്കെ ഞാൻ നല്ല ബന്ധമാണ്. ഞാൻ അദ്ദേഹത്തിനോട് ബന്ധം സ്ഥാപിച്ചല്ല, അദ്ദേഹം എൻ്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിച്ച് അന്ന് മുതൽ ഒരു ജ്യേഷ്ഠാനുജ്യ ബന്ധമുള്ളതാണ്. എത്രയോ മാന്യനായ പ്രൊഡ്യൂസറല്ലേ, എത്ര കോടി മലയാള സിനിമ കൊണ്ട് കളഞ്ഞു. ഒരാളിനെ പറ്റി അയാൾ അനാവശ്യം പറഞ്ഞിട്ടില്ല. എൻ്റെ പൈസ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആരാണ് തിന്നതെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. എത്രയോ പേര് അഡ്വാൻസ് വാങ്ങിച്ചു, എത്ര കോടി. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി കൊതുകിൻ്റെ ശാപമായിരിക്കാം
എൻ്റെ പൈസ എത്രയും പോകണമെന്ന്. അതുകൊണ്ട് അത് ഫുള്ള് സിനിമ അങ്ങ് നിർത്തി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം നല്ലവർ, പ്രൊഡ്യൂസർമാരെല്ലാം നല്ലവർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരെല്ലാം, കൺട്രോളർമാരെല്ലാം മോശം, പ്രൊഡക്ഷൻ കൺട്രോളർമാരെല്ലാം നല്ലവർ, പ്രൊഡ്യൂസർമാരെല്ലാം മോശം, ആ അഭിപ്രായം എനിക്കില്ല. ഇത് സമ്മിശ്രമാണ്, എല്ലാം കൂടി ചേർന്നതാണ് സിനിമ. നല്ല വെളിച്ചത്തിലെടുത്ത് നല്ല ഇരുട്ടത്ത് കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരവും സിനിമയിലുണ്ട്. വേറൊരു കലാരൂപത്തിൽ ഇതില്ലല്ലോ. ഉണ്ടോ? നല്ല വെളിച്ചത്തിൽ ഒരുപാട് ലൈറ്റ് വെച്ചല്ലേ ഷൂട്ട് ചെയ്യാൻ പറ്റും, എന്നിട്ട് നല്ല ഇരുട്ടത്തല്ലേ കാണിക്കുന്നത്. അതിൻ്റെ കുഴപ്പമുണ്ട് എന്നാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറ്. അത് നല്ലൊരു ആ ഒരു പറഞ്ഞിരിക്കുന്ന രീതിയെ ശരിയാണ്, നമ്മൾ ആലോചിക്കുമ്പോൾ സത്യമാണ്. ഇതുപോലെ തന്നെ സീരിയലിൽ കുറേ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സീരിയലിൽ ഇപ്പം കേട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആക്ടർ എന്ത് വേണം, കഥ എന്ത് വേണം, ഡയറക്ടർ എന്ത് വേണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ചാനലാണെന്ന് കേൾക്കുന്നുണ്ട്. പണ്ടും ഇങ്ങനെ ആയിരുന്നു? അതോ ഈ പറയുന്ന ഫാക്ട് സത്യമാണോ, ഇങ്ങനെ ചാനലാണ് ഇത് തീരുമാനിക്കുന്നതെന്ന് പറയുന്നത്? ഞാൻ ഒരു 24 വർഷം മുമ്പാണ് വലയം എന്ന് പറഞ്ഞ ദൂരദർശനിൽ എക്കാലത്തെ ഹിറ്റുകളിലൊന്നായ സീരിയൽ ചെയ്യുന്നത്. മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത ജ്വാലയായി എന്ന് പറഞ്ഞ സീരിയൽ പോകുമ്പോൾ അത് 40 എപ്പിസോഡായപ്പോഴാണ് എൻ്റെ വലയം വരുന്നത്. പിന്നെ വലയവും ജ്വാലയും തമ്മിലായിരുന്നു മത്സരം റൈറ്റിങ്ങിൽ. അത് അഭിമാനത്തോടെ കാണുന്ന ഒരാളാണ് ഞാൻ. 300 എപ്പിസോഡ് ഞാൻ ചെയ്തു. ഞാൻ അവസാനം ചെയ്തത് നിഴൽ കണ്ണാടി എന്ന് പറഞ്ഞ് സൂര്യ ടി വിയിൽ ഹൊററും ക്രൈമും ചേർന്നൊരു സബ്ജക്റ്റായിരുന്നു. ഞാൻ കുറേ സീരിയൽ ചെയ്തു. ഒരു സീരിയലിൽ ഒരു നടൻ്റെയോ ഒരു നടിയെയോ ഒരു തിരക്കഥാകൃത്തിനെയോ ഒരു ക്യാമറമാനെയോ വയ്ക്കണമെന്ന് ഒരു ചാനലും എന്നോട് പറഞ്ഞിട്ടില്ല. ഇല്ല. അവസാനം ഞാൻ ചെയ്യുന്ന നിഴൽ കണ്ണാടി ചെയ്യുമ്പോൾ വിജയ് ബാബുവാണ്, ഇന്നത്തെ നിർമ്മാതാവായ വിജയ് ബാബുവാണ് സീരിയലിൻ്റെ ചുമതലക്കാരൻ. സൺ ടി വി, സൂര്യ ടി വിയിൽ. എന്നോട് ഇതിൽ ഈ നായിക പറ്റില്ല കേട്ടോ, ഈ നായക പറ്റില്ല എന്ന് പറഞ്ഞാൽ അന്ന് നിർത്തും ഞാൻ പണി. ഞാനിപ്പോൾ ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറഞ്ഞ സത്യമാഷിൻ്റെയും ഷീലയുടെയും മത്സര അഭിനയമുള്ള ഒരു സിനിമയുണ്ട് സേതുമാധവ് സാറിൻ്റെ. അത് ഞാൻ ക്ലാസിക് കഥകളെന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് റൈറ്റ് വാങ്ങി സേതുമാധവ് സാറിൻ്റെ. ആ റൈറ്റ് വാങ്ങുമ്പോൾ എന്താ പറയുക, ഫിലിം ഫെസ്റ്റിവൽ സമയമായിരുന്നു. കലൂർ രവികുമാറിനെ, എൻ്റെ സുഹൃത്തായ കലൂർ രവികുമാറിനെ അവിടെ വെച്ച് കാണുന്നു. അടുത്ത പ്രോജക്റ്റ് എന്ത് ദിനേശ് എന്നിട്ട് ഒരു പെണ്ണിൻ്റെ കഥയാണെന്ന് ഞാൻ പറയുന്നു. അയാൾ ഇങ്ങനെ ഞെട്ടി നിന്നു. റൈറ്റ് വാങ്ങിച്ചോ? ഞാൻ പിന്നെ സേതുമാധവ് സാറിൻ്റെ നിന്ന് വാങ്ങിച്ചു. വാ ദിനേശ് എൻ്റെ റൂമിൽ പോകാമെന്ന് പറഞ്ഞാൽ എന്നെ അയാൾ താമസിക്കുന്ന ഹൊറൈസൺ എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എൻ്റെ പറഞ്ഞു, ദിനേശ് അത് 100 എപ്പിസോഡ് ചെയ്യരുത്, അതൊരു 100-300 എപ്പിസോഡ് ചെയ്യാവുന്ന സബ്ജക്റ്റ് അല്ലേ. അന്ന് അദ്ദേഹം മഴവിൽ മനോരമയിൽ വർക്ക് ചെയ്യുക. ഞാൻ ഇന്ന് രാത്രി പോകും, എനിക്കൊരു 24 മണിക്കൂർ സമയം എന്താ, നമുക്ക് മഴവിൽ മനോരമയിൽ ഇത് ചെയ്യാം. അയാൾ പിറ്റേ ദിവസം എറണാകുളത്ത് എത്തിയുടെ എന്നെ വിളിച്ചു, നാളെ ഒന്ന് വരാമെന്ന് ചോദിച്ചു. ഞാൻ ഫിലിം ഫെസ്റ്റിവലാണ് വരില്ലേ, ഒരു ദിവസം പടം കണ്ടത് വാ. അങ്ങനെ ഞാൻ ചെല്ലുന്നു. കലൂർ രവികുമാറും ഞാനും ജൂഡ് അട്ടിപ്പേറ്റിയായിട്ട് ഒരു പെണ്ണിൻ്റെ കഥ സംസാരിക്കും. കാര്യങ്ങളെല്ലാം സംസാരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെ എന്നൊക്കെ സംസാരിച്ചു. പ്രൊഡ്യൂസർ ആരായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബി ഉണ്ണികൃഷ്ണനാണ് ഈ സീരിയലിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ഞെട്ടി. സംവിധായകനായ അല്ലെങ്കിൽ ഫെഫ്കയുടെ തലവനായ ബി ഉണ്ണികൃഷ്ണൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന്. വളരെ സന്തോഷമായിട്ട് പിരിക്കും. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ രവികുമാർ വിളിച്ചിട്ട് പറയുന്നു, ദിനേശേ ഉണ്ണികൃഷ്ണനും ജൂഡ് അട്ടിപ്പേറ്റിയുമായിട്ട് എന്തോ ഒരു കോൾഡ് വാറുണ്ട്, നമുക്കൊന്ന് പ്രൊഡ്യൂസറെ മാറ്റാമോ? ഞാൻ പറഞ്ഞു മാറ്റാം. ഞാൻ നേരെ ഉണ്ണികൃഷ്ണനെ വിളിച്ചു. അപ്പോൾ ഉണ്ണി പറഞ്ഞു, ദിനേശ് കോൾഡ് വാർ സിനിമ കച്ചവടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്, അത് കാര്യമാക്കേണ്ടത്. ദിനേശ് ഒരു കാര്യം ചെയ്യും, ചുങ്കത്ത് ജുവലറി അടക്കമുള്ളവരുടെ പരസ്യങ്ങൾ ചെയ്യുന്ന ഒരു ഗീത നായരുണ്ട്, ഞാനും ഗീതയും ഒന്നിച്ച് പഠിച്ചതാണ്. ഞാനും ദിനേശുമായിട്ട് വെച്ച ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഗീത ചെയ്യും. അങ്ങനെ ഗീത പ്രൊഡ്യൂസറായി. ഞാൻ എറണാകുളത്ത് ചെല്ലുന്നു, ഈ വിവരം സംസാരിക്കും. അപ്പോൾ ജൂഡ് അതിശയത്തോടെ കേട്ടോണ്ടിരിക്കുന്നു. ഗീത നായർ പ്രൊഡ്യൂസ് ചെയ്യല്ലേ? ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വേറൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. ഈ സീരിയൽ മഴവിൽ മനോരമയിൽ ഗീത നായരാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ എപ്പിസോഡ് മുതൽ ചുങ്കത്ത് ജുവലറി ബ്രാൻഡ് ചെയ്യും. അപ്പോൾ ജൂഡ് പറഞ്ഞു, അയ്യോ അപ്പോൾ നമ്മളെ മാർക്കറ്റിംഗുകാർക്ക് ഭയങ്കര എളുപ്പമായല്ലോ കാര്യങ്ങൾ, അവരോട് ഒരു കത്ത് തരാൻ പറയൂ. ഞാനപ്പോൾ തന്നെ ഗീത നായരെ വിളിച്ച് പറയുന്നു. അവർ ഞാനിരിക്കുമ്പോൾ തന്നെ മെയിൽ അയച്ചു കൊടുത്തു, ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ചുങ്കത്ത് ജുവലറി ഇത് ബ്രാൻഡ് ചെയ്യും. ഓക്കെ, സംസാരിച്ച് സന്തോഷമായിട്ട് പിരിയും. ഞാൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ വീണ്ടും രവികുമാർ വിളിക്കുന്നു, കലൂർ വിളിക്കുന്നു. ദിനേശ് മഴവിൽ മനോരമയുടെ പുതിയൊരു നിയമം, മാർക്കറ്റിംഗ് നടത്തുന്ന ഒരു പരസ്യ ഏജൻസിക്കും കൊടുക്കണം, അതുകൊണ്ട് ഗീതാ നായർക്ക് കൊടുക്കാൻ പറ്റില്ല, വേറെ പ്രൊഡ്യൂസറുണ്ട്. ഞാൻ പിന്നെ എന്ത് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഞാൻ അടുത്ത പ്രൊഡ്യൂസറായിട്ട് ചെല്ലുന്നു. മലയാള സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന എക്സിക്യൂട്ടീവ് ആയിരുന്ന ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ആൽവിൻ ആൻ്റണിയാണ് അടുത്ത പ്രൊഡ്യൂസർ. ആൻ്റണിയും കൊണ്ട് ജൂഡിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ജൂഡിന് ശരിക്കും പറഞ്ഞാൽ ഞെട്ടി. അപ്പോൾ ആൻ്റണിയോട് ജൂഡ് പറഞ്ഞു, ആൻ്റണി സിനിമ പോലെയല്ല, ആദ്യത്തെ 10-200 എപ്പിസോഡ് ജാതകം പറയാൻ പറ്റില്ല, 200 കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുടക്കുമുതൽ കിട്ടൂ. അതായത് നീ ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറയണം. ഒരു ചാനലിൻ്റെ ഹെഡ് പറയുകയാണ്. അയാൾ പറഞ്ഞു അത് കുഴപ്പമില്ല, എനിക്ക് ദിനേശും ഞാനുമായിട്ട് 10-40 വർഷത്തെ ബന്ധമുണ്ട്, ഞാൻ ചെയ്യാം. ഞാനാണിത് ചെയ്യുന്നതെങ്കിൽ മമ്മൂട്ടിയെ കൊണ്ടുവന്ന് ഞാൻ ഇതിൻ്റെ വിളക്ക് കൊടുത്തു.
ഈ സിനിമയുടെ സംവിധായകനായ KS സേതുമാധവനെയും അതിൽ അഭിനയിച്ച ജയഭാരതിയും ഷീലയും അടക്കമുള്ളവരെ എറണാകുളത്ത് കൊണ്ടുവരും. അത് തന്നെ ഞാൻ ഒരു വലിയ വാർത്തയാക്കും. സന്തോഷമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഞങ്ങളുടെ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. എഗ്രിമെൻ്റ് അടിച്ചു വരുന്നു. എഗ്രിമെൻ്റ് ഒപ്പിടുന്നു. ഒപ്പിട്ടിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് തന്നെ എന്നോട് ആന്റണി ചോദിച്ചു, ദിനേശ് ഇവിടെ ഈ കിഴക്ക് എവിടെ? ഞാൻ കിഴക്ക് കാണിച്ചു കൊടുത്തു. അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് എനിക്കൊരു 10,001 രൂപ എടുത്ത് അഡ്വാൻസ്. ഞാൻ പറഞ്ഞു, നീ എറണാകുളത്തേക്ക് വരുന്നില്ല, ഞാൻ ഈ ലോ ഫ്ലോറിൽ കയറി ഞങ്ങൾ അരുന്ന് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പോകും. അന്ന് രാത്രി വീണ്ടും രവികുമാർ വിളിക്കുന്നു, ദിനേശ് ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ ഒരു വർഷമായിട്ട് സിബി ചാവറ എന്ന് പറഞ്ഞ ആളിന് ഒരു പരമ്പര കൊടുക്കാമെന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോകും. ഈ പരമ്പര സിബി ചെയ്യട്ടെ. സിബി ചാവറ നിങ്ങൾക്കറിയാൻ എളുപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഓടുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ കുഞ്ചാക്കോ ബോബൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. ഞാൻ പറഞ്ഞു, ഞാൻ ഈ സ്ക്രിപ്റ്റ് തന്ന സമയത്തെ പ്രൊഡ്യൂസറെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ ആദ്യം ഉണ്ണികൃഷ്ണനെ മാറ്റി, അത് കഴിഞ്ഞ് ഗീതാ നായരെ മാറ്റി, ഇപ്പോൾ എഗ്രിമെൻറ്റ് വെച്ചാൽ ആൽവിൻ ആൻ്റണിയും പറ്റി. അത് നടക്കില്ല. അത് എനിക്കത് ബുദ്ധിമുട്ടാണ്. അല്ല, ദിനേശ് ഒന്ന് ആലോചിക്കുന്നുണ്ട്. രവി ഫോൺ വെച്ചു. 5 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ സിബി ചാവറ വിളിക്കുന്നത്. ഇവരെല്ലാം കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടേ. കള്ളമാണ് ഞാൻ, അല്ലെങ്കിൽ തള്ളാണ് ദിനേശിൻ്റെ എങ്കിൽ ഇവരെയൊക്കെ വിളിച്ച് വെച്ചാൽ മതി. സിബി എന്നെ വിളിക്കുന്നു, ദിനേശ് ചേട്ടാ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്. ദിനേശ് ചേട്ടാ, രവികുമാർ ഒരു കാര്യം പറഞ്ഞില്ലേ? ഞങ്ങളുടെ എന്താ? അല്ല, ആ സീരിയൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു, സിബി നമ്മൾ തമ്മിൽ 10-30 വർഷത്തെ പരിചയമുണ്ട്. നീ ഒരു 50 സീരിയലധികം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സീരിയൽ ദിനേശ് ചേട്ടാ ചെയ്യുന്നോന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഞാനൊരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് ശരിയാക്കി എടുക്കുന്ന ഒരു പ്രോജക്റ്റിന് നീ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ഹോട്ടൽ മുറി താമസിക്കാൻ പറ്റില്ല. എനിക്ക് രാത്രിയായി വീട്ടിൽ പോകണം. ഞാൻ അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ചെയ്യും. അല്ല, ഞാൻ തിരുവനന്തപുരത്ത് ചെയ്യാം. അത് വേണ്ട, അത് ശരിയാവില്ല സിബി. അല്ല ചേട്ടാ, നമുക്കൊന്ന് സംസാരിക്കാം. ചേട്ടൻ മറ്റന്നാൾ വീണ്ടും വരുമല്ലോ അല്ലേ? ഞങ്ങളുടെ എവിടെ? അല്ല, മറ്റന്നാൾ മനോരമയിൽ ഒരു ചർച്ച കൂടെ ഇല്ലേ? അപ്പം ഞാൻ ചോദിച്ചു, മനോരമയിൽ ചർച്ച നടക്കുന്നത് സിബി അറിയുന്നത് എങ്ങനെ? അപ്പോൾ അതിനകത്ത് ആളുണ്ട്, മനസ്സിലായില്ലേ? ഇത്തരം കാര്യങ്ങൾ ചോർത്തി കൊടുക്കുക ആളിനെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു, സിബി അത് ശരിയല്ലല്ലോ സിബി, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കണേ. അല്ല ചേട്ടൻ മറ്റന്നാൾ മഴവിൽ വരുമ്പോൾ കലൂർ എൻ്റെ ഓഫീസ് വരുമെന്ന് പറഞ്ഞു. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ ആ ബുധനാഴ്ച കൂളായിട്ട് സിബി ചാവറയുടെ വീട്ടിൽ ചെല്ലും, ഇല്ലേ, ഓഫീസിൽ ചെല്ലും. ഞാൻ അതിന് പകരം ചെയ്തതേ, കലൂർ രവികുമാറിനെ വിളിച്ചിട്ടുണ്ട്, മേലാൽ മഴവിൽ മനോരമയ്ക്ക് വേണ്ടി ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഇങ്ങോട്ട് വിളിക്കരുത്, ഇവിടെ തീർന്നു ആ പ്രോജക്റ്റ്, അവിടെ നിർത്തി. ഇത് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്നവർക്ക് ആംബിയറും ഇല്ല. ചാനലുകൾ ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കുകയും ചെയ്യും. അതാണ് പ്രശ്നം. ഇപ്പം ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു തിരക്കഥാകൃത്തുണ്ട്, വെറുതെ ഒരു ഭാര്യയൊക്കെ എഴുതിയ. അയാളായിരുന്നു കഴിഞ്ഞ 4-5 വർഷം മഴവിൽ മനോരമ ഭരിച്ചിരുന്നത്. ഞാൻ അയാൾക്ക് കൊണ്ടുവന്ന് സ്ക്രിപ്റ്റ് കൊടുക്കും. അയാൾ ഒരു 2 മാസം കഴിഞ്ഞ് നോക്കുമ്പം സ്ക്രീനിൽ ഞാൻ കൊടുത്ത സ്ക്രിപ്റ്റ് സീരിയലായിട്ട് പോയിക്കൊണ്ടിരിക്കും, വേറൊരാളെ വെച്ച്. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത്, ചിലത് തള്ളാനും ചിലത് കൊള്ളാനും ചിലർ കൊണ്ടുവരുന്നെടുത്ത് വേറൊരാളിനെ കൊണ്ട് ചെയ്യിക്കാനും ഒക്കെയാണെന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആലോചിച്ച് ഞാൻ പൈസ മുടക്കി ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന പ്രോജക്റ്റ് എടുത്ത് വേറൊരുത്തനെ കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇതിനെന്ത് ചെയ്യുന്നറിയോ? മഴവിൽ മനോരമയുടെ മൊത്തം ചുമതലയുള്ള ജയന്ത് മാമൻ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു മെയിൽ അയച്ചു, ഇങ്ങനെ നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ കൊള്ളരുതായ്മ നടക്കുന്നുണ്ട്. മനോരമയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടാഗ് ഇട്ടുകൊണ്ട് മാറിപ്പോകാൻ പാടില്ല. അത് അറിഞ്ഞാൽ മനോരമ ടെർമിനേറ്റ്. ആ സ്ഥാപനത്തിലിരിക്കുന്ന സീരിയലിൻ്റെ ഹെഡ് കാണിക്കുന്ന ചെറ്റത്തരമാണ് ഞാൻ ജയന്ത് മാമൻ അയച്ചത്. ആ ജയന്ത് മാമൻ എന്ന് പറഞ്ഞ മുതലാളി എന്ത് ചെയ്യുന്നറിയോ? അതെടുത്ത് ഗിരീഷ് കുമാറിനോടുത്തിട്ടുള്ള ഇതൊന്ന് അന്വേഷിക്കാൻ. ആര്? ഗിരീഷിനെതിരെയുള്ള പരാതി ഗിരീഷിനോട് അന്വേഷിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സീരിയൽ രംഗത്ത് നടക്കുന്നത്. അത് ഇനിയും തുടരും. ഇനി വളരെ വൃത്തികെട്ട രീതിയിലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചാനലുകൾ ഒരുപാട് കൂടുകയും മത്സരങ്ങൾ കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരം ഹീനമായ ഒരുപാട് കാര്യങ്ങൾ നടക്കും. സാർ ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ല, കാണാറില്ല. അങ്ങനത്തെ ഒരു കൂതറ പരിപാടിയും കാണില്ല. എൻ്റെ വീട്ടുകാരെ കാണാൻ ശ്രമിക്കില്ല. അതിനൊരു ക്ഷണം വന്നാ പോകത്തില്ല. ഒരു സൂചന വന്നതാണ്. ആണോ? അവരുടെ എന്തോ ലിസ്റ്റ് ഔട്ട് ചെയ്തപ്പോഴേക്കേ അതിൽ ഈ എല്ലാവരും കയറി ഇങ്ങനെ തെറി പറയുന്ന ഒരുത്തോണ്ടല്ലോ, അവനെയും കൂടെ വിളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പോവില്ല. അപ്പം തന്നെ ഞാൻ ഒരാളുടെ അഭിമുഖം കൊടുത്തു, പോവില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ഇപ്പോൾ ഒരു 500 രൂപ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. പക്ഷേ എങ്കിലും അഭിമാനം വിറ്റ് ജീവിക്കില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഈ ദുരഭിമാനം കൊണ്ട് കിടക്കുന്ന ഒരു തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോയാൽ എനിക്കറിയാം, കുറച്ചൊക്കെ ജനറൽ നോളജ് ഉള്ളതുകൊണ്ടേ കുറേ എപ്പിസോഡൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ഒരു 5-6 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കാൻ വേണം. പക്ഷെ പോവില്ല. പോവില്ലെന്ന് മാത്രമല്ല, അത്തരം പ്രോഗ്രാമുകൾ മലയാളിയുടെ വീടുകളിലേക്ക് ആരും ചോദിക്കാതെ കടന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വൃത്തികെട്ട പ്രോഗ്രാം. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു വിന്നർ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്ത്, അഖിൽ മാരാർ എന്ന് പറയുന്നത്. പുള്ളിയുടെ കുറെ വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, കുറെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാത്തിലും ഇടപെടും.
അതാണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഒന്നാമത് ഞാൻ അയാളെ പഠിച്ചിട്ടില്ല, ഇല്ല. പക്ഷേ അയാളുടെ എന്തൊക്കെയോ സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടപ്പോൾ എനിക്കെന്തോ താല്പര്യം തോന്നാത്ത ഒരാളാണ്. തോന്നാത്ത ആളാണ്. അതുകൊണ്ട് ഞാനത് വിട്ടു. കുറെ പേര് എന്തൊക്കെയോ പറയുന്ന സംഭവങ്ങളൊക്കെ വന്നിട്ടില്ലേ? ഇല്ല, അത് നോക്കൂല. എനിക്ക് അതല്ലാതെ തന്നെ 24 മണിക്കൂറിന് 48 തന്നാൽ പോലും തികയാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ടി വിയിൽ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ഒരു സാധനമോ അല്ലെങ്കിൽ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നത് പോലും യൂട്യൂബിലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് നോക്കുന്ന ഒരാളല്ല. എനിക്ക് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഏറ്റവും വലിയ കുഴപ്പം ഇവിടെ എന്ന് ചോദിച്ചാൽ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതുമായ സാധനങ്ങൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കെട്ടുകണക്കിനെടുത്ത് അയച്ചു തരും. സാർ ഇതൊന്ന് കാണും സാർ, അങ്ങനെ അങ്ങനെയാണ് ഞാൻ പലതും കാണാറ്. അല്ലാതെ ഇതൊന്നും ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല സമയം. പിന്നെ നമ്മുടെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ജനപ്രിയ നായകനായ ദിലീപ് സാറിന് കുറേ സിനിമകൾ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഇപ്പം സിനിമകൾ ചെയ്യുന്നില്ലെന്നല്ല, ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും വിജയിക്കുന്നില്ല. അത് മുന്നേ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു, നടിയെ ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായിട്ട്. ആ ഒരു കാരണം കൊണ്ടാണോ ഇത് കിട്ടാതിരിക്കുന്നത്, അതോ സിനിമ അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ടാണോ? പുള്ളി ആ ഒരു ഫീൽഡിൽ അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ടായിരിക്കുമോ അത് കിട്ടാതിരിക്കുന്നത്? അതിൻ്റെ അഭിപ്രായം ചോദിക്കുന്നതാണ്. എനിക്ക് പരിചയമില്ലാത്ത, ഞാനൊരു അനിയനെ പോലെ കാണുന്ന ദിലീപിന് വേണ്ടി 118 മണിക്കൂർ ചാനൽ ചർച്ചയിൽ ദിലീപിനെ ഫേവർ ചെയ്ത് സംസാരിച്ച ആളാണ് ഞാൻ. എന്നാൽ എൻ്റെ സിനിമയിലെ നായികയായിരുന്ന കുട്ടിയായിരുന്നു അതിലെ വിക്ടി നടി. പക്ഷെ ആ നടിയെക്കുറിച്ച്, നടിക്കെതിരെയാണ് ഞാൻ സംസാരിച്ചത്. എനിക്കന്ന് ദിലീപിനെ പരിചയമില്ല. ഈ 118 മണിക്കൂർ ഞാൻ മലയാളത്തിലെ പ്രശസ്തമായ വാർത്താ ചാനലുകളിൽ സന്ധ്യ നേരത്തെ ഒരു ദിവസം തന്നെ 3 ചാനലിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അയാളെ ജനത്തിന് ഇഷ്ടമില്ല എങ്കിൽ അയാളുടെ ജയിലിൽ കിടക്കുമ്പോൾ രാമലീല ഓടില്ല. പക്ഷേ അയാളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മോഹൻലാൽ എന്ന് പറഞ്ഞൊരു താരം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും TP ബാലഗോപാലൻ MA പോലുള്ള, ഗാന്ധിനഗർ സെക്രട്ടേറിയറ്റ് പോലുള്ള അത്തരം വരവേൽപ്പ് പോലുള്ള സിനിമകൾ, അതായത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു ചെറുപ്പക്കാരനെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങൾ ചെയ്തുകൊണ്ടാണ് മോഹൻലാൽ ഒരു താരമായി വളർന്നത്. പിന്നെ അദ്ദേഹം പാൻ ഇന്ത്യ തേങ്ങാന്നൊക്കെ പറഞ്ഞ് പോയി വഴിതെറ്റി നശിച്ചു. ആ ചുവട് പിടിച്ചു വന്ന ആളായിരുന്നു ജയറാം. പിന്നെ എന്ത് പറ്റുന്നില്ല, ഒരു ക്ലീഷയായിപ്പോയി. കറാക്കടയിൽ നിന്ന് ഇത്ര വീതികളെ മുണ്ടും കൊടുത്തു ഒരു ജുബ്ബ എടുത്തിട്ടുണ്ട്. എല്ലാ പടത്തിലും ടിപ്പിക്കൽ ഒരു ക്യാരക്ടറായി മാറുന്നതിനിടയിലാണ് ദിലീപ് ജയറാമിൻ്റെ സ്ഥാനം അടിച്ചുകൊണ്ട് പോയത്. ജയറാമിന് ആൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുന്നു, CID മൂസ ഇപ്പോൾ വന്നാലും എൻ്റെ മകനടക്കം, എൻ്റെ മകൻ 19-30 വയസ്സായി എങ്കിൽ പോലും അവൻ ഇപ്പോഴും ആ CID മൂസ പോലുള്ള ഫ്ലേവറുകൾ കാണുന്ന ആളാണ്. അത്തരം സിനിമകൾ ചെയ്ത്, കുഞ്ഞുകുന്നൻ പോലുള്ള സിനിമകൾ ചെയ്ത്, ചാന്തുപൊട്ട് പോലുള്ള വേറൊരു നടന് മലയാള സിനിമയിൽ ചെയ്യാൻ പറ്റാത്ത വേഷങ്ങൾ ചെയ്ത് വന്ന ആൾ പെട്ടെന്ന് വഴിതെറ്റി. അയാൾ ഈ ബാന്ദ്ര പോലുള്ള അയാളുടെ അത്ര തന്നെ പൊക്കമുള്ള ഒരു ചുരുട്ട് കൊടുത്ത് കടിച്ചു പിടിച്ച് നമ്മുടെ കേരളീയ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറേ കൂതറ സിനിമകൾ ചെയ്തതിലാണ് ദിലീപിൻ്റെ പതനം. അതിൽ നിന്ന് അയാൾ പഠിച്ചാൽ അയാൾക്ക് കൊള്ളാം, ഇല്ല എങ്കിൽ അയാൾ സിനിമ മാറിപ്പോയെന്നേ. സിനിമ മാറിയത് അയാൾ മനസ്സിലാക്കട്ടെ. നമുക്കിപ്പോൾ ആദിമത്യാന്തമുള്ള ഒരു കഥയുള്ള സിനിമ വേണ്ട. പടം തീരുന്നതിന് ഡയറക്ടറെ കാർഡ് അവസാനം വരുമ്പോൾ ഈ തീർന്നതാണ് തോന്നണേ, അല്ലാതെ എൻ്റെ ഒന്നും ഇപ്പോൾ വേണ്ടല്ലോ. ഞാൻ പറയുന്നത് അത്തരം സാധനങ്ങൾ അയാൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. കുഞ്ചാക്കോ ബോബൻ ചെയ്യുന്ന പോലെയെങ്കിലും ഒന്ന് പഠിക്കണം. കാരണം കുഞ്ചാക്കോ ബോബനെ നമ്മൾ കണ്ടിരുന്ന ഒരു ചോക്ലേറ്റ് നായകനായിട്ടല്ലേ. അവിടെ നിന്ന് നിങ്ങൾ പോയി ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടു നോക്കി, അയാൾ എന്ത് മെച്യൂരിറ്റിയുള്ള നടനായി മാറി. സബ്ജക്റ്റ് അയാൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ അടുത്ത കാലത്ത് ആ കാലം മാറുന്നത് ദിലീപ് അറിയുന്നില്ല. അതെനിക്ക് തോന്നുന്നു ദിലീപിൻ്റെ ചുറ്റും കുറേ ഉപഗ്രഹങ്ങളുണ്ട്. അവർ ദിലീപേട്ടാ നിങ്ങളിത് ചെയ്താൽ മതി ചേട്ടാ, നമ്മൾ നാളത്തെ ആക്ഷൻ ഹീറോ നായകനാവും എന്നൊക്കെ പറഞ്ഞ് അയാളെ വഴിതെറ്റിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ അങ്ങനെ ഏതോ ഈ കൂവി തോപ്പിക്കുന്നതിനെ കുറിച്ച് എന്തോ പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കൂവിയൊന്നും ആരും നിരൂപണം നടത്തിയൊന്നുമല്ല, ആരും അശുദ്ധ കോക്കൊന്നും അല്ല നിങ്ങളെ നശിപ്പിക്കുന്നത്, നിങ്ങൾ സ്വയം നശിക്കുന്നതാണ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ചെയ്ത ശേഷം പിന്നെ ദിലീപ് എന്നെ വിളിച്ചിട്ടേ ഇല്ല കഴിഞ്ഞൊരു 4-5 മാസമായിട്ട്. ഞാനത് കാര്യമാക്കുന്നുമില്ല. പക്ഷേ ദിലീപ് സിനിമ പഠിക്കണം. അയാൾ നന്നായിട്ട് സിനിമ അറിയാമെന്നുള്ള ആളാണ്, പക്ഷേ സിനിമയുടെ മാറ്റം മനസ്സിലാക്കുന്നില്ല. അതാണ് അയാളുടെ പ്രശ്നം. അത് മനസ്സിലാക്കിയാൽ അയാൾക്കൊരു സ്പേസ് ഉണ്ടെന്നേ. അയാൾക്ക് മറ്റുള്ള ആർക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൃഥ്വിരാജിന് കുഞ്ഞുകുഞ്ഞും ചെയ്യാൻ പറ്റും, പറ്റില്ല. ചാന്തുകുട്ടി ചെയ്യാൻ പറ്റും, പറ്റില്ല. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ CID മൂസ പോലെ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഫ്ലേവർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ അടുത്ത സുഹൃത്താണ് ബെന്നി പി നായരമ്പലം. ബെന്നി പി നായരമ്പലം ഒരു സ്ക്രിപ്റ്റ് എഴുതി മേജർ രവിക്ക് വേണ്ടി. പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ബോർഡറിലുള്ള ഒരു പുഴയിലൂടെ ഒരു പാകിസ്ഥാൻ പെൺകുട്ടി ഒഴുകി വരികയും ഇന്ത്യൻ പട്ടാളത്തിലെ 2 പേര് ചേർന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. അതിൽ ഒരു പട്ടാളക്കാരനായിട്ട് ഈ കുട്ടിക്ക് ഭയങ്കര പ്രേമമായി. ആ പ്രേമത്തിൻ്റെ മൂർധന്യ അവസ്ഥ നിൽക്കുമ്പോൾ എംബസികളുമുള്ള ചർച്ചയിൽ ഈ പെൺകുട്ടി തിരിച്ച് പാകിസ്ഥാനിലേക്ക്. ആ കുട്ടി അവിടെ പോയിട്ട് അവൾക്ക് ഇയാളുടെ ഓർമ്മകൾ മറക്കാൻ പറ്റുന്നില്ല. അവൾ വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഒരു അനശ്വരമാക്കാവുന്ന ഒരു പ്രേമകഥ സ്ക്രിപ്റ്റാക്കി. എല്ലാം കഴിഞ്ഞപ്പോൾ ദിലീപ് പറഞ്ഞു,
എനിക്ക് തോന്നുന്നു ഈ ദിലീപ് ജ്യോതിഷമൊക്കെ ആയിട്ട് അമിതമായി ദൈവത്തിൻ്റെ കൂടെയൊക്കെ ആവശ്യത്തിലധികം കമ്പനി അടിക്കുന്ന ആളാണ്. ഈ ദൈവത്തിൻ്റെ ഒന്നും ആവശ്യത്തിലധികം കമ്പനി അടിക്കരുത്, വഴിതെറ്റും, നമ്മളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പോൾ ഇയാൾ എവിടെയോ വെച്ച് പരലൊക്കെ വെച്ചപ്പോൾ തോന്നുന്നു ഇപ്പോൾ ചെയ്യേണ്ട, അതിന് പകരം ബാന്ദ്ര ചെയ്താൽ മതി തീരുമാനിച്ചെന്ന് തോന്നുന്നു. ആലോചിച്ച് നോക്കി എന്തൊരു കൂതറ പടം. അപ്പോൾ ആ അനശ്വരമായ ആ ലവ് സ്റ്റോറി ചെയ്യാതെ ഇതുപോലുള്ള നാലാം കിട സിനിമകൾ ചെയ്യാൻ പോകുന്നതാണ് ദിലീപിൻ്റെ ദോഷമെന്ന് ഞാൻ പറയും. ബെന്നി ചിലപ്പോൾ അംഗീകരിക്കില്ല, പക്ഷെ ഞാൻ പറയും. സാറിൻ്റെ അഭിപ്രായം അതാണ്. നമുക്ക് വരികയാണ് സിനിമയിൽ തന്നെ. സിനിമയിൽ നമുക്ക് അസോസിയേഷൻ എന്ന് പറയാൻ അമ്മ അസോസിയേഷൻ ഉണ്ട്, സീരിയലിലാണെങ്കിൽ ആത്മ എന്ന് പറഞ്ഞ അസോസിയേഷൻ ഉണ്ട്. അത് നടന്മാർക്ക് മാത്രമാണ്. അതാണ് ഞാൻ ആർട്ടിസ്റ്റുകളുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകളൊന്നും ഈ അസോസിയേഷൻസിൽ ജോയിൻ ചെയ്യുന്നില്ല. ഒരു സംഭവമായിട്ട് വന്നിരിക്കുകയാണ്, ആരും ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഈ ഒരു അസോസിയേഷൻ്റെ കുഴപ്പമാണോ, അതിലെ ലീഡർഷിപ്പിൻ്റെ കുഴപ്പമാണോ, എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? അത് അതിൽ മാത്രമല്ല, ഇപ്പോൾ ഫെഫ്കയിൽ അംഗത്വം ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അതാണ് അതെന്തും ഇവിടെ ഫെഫ്കയുടെ അല്ലെങ്കിൽ മലയാളം ടെലിവിഷൻ ഫെറ്റേണിറ്റിയിൽ അംഗമില്ലാത്ത എത്ര പേരുണ്ട്. അവർക്ക് ഇവിടെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മദ്രാസിലാണെങ്കിൽ ഇടി കിട്ടും. മദ്രാസിൽ പെപ്സിയുടെ കാർഡില്ലാതെ ഒരുത്തൻ പ്രൊഫഷണൽ ആഹാരം കൊടുക്കാൻ നിന്നാൽ അവൻ അടി വാങ്ങിച്ചിരിക്കും. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ, കാർഡ് വേണമെന്നില്ല വർക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ അവിടെ നടികർ സംഘത്തിൻ്റെയോ സഹനടികർ സംഘത്തിൻ്റെയോ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിക്കുന്നവരുടെ സംഘടനയാണ് സഹനടികർ സംഘം. ഭയങ്കര സ്ട്രോങ് ആണത്. അവർ ഞായറാഴ്ച ജോലി ചെയ്യില്ല, ശനിയാഴ്ച വരെ വർക്ക് ചെയ്യുള്ളൂ, ഞായറാഴ്ച ഫ്രീ. അഥവാ ഞായറാഴ്ച മസ്റ്റായിട്ട് വരികയാണെങ്കിൽ അതിന് ഇരട്ടി ബാറ്റ് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അമ്മയിൽ പലരും പുതിയ ജനറേഷനിൽ ഇല്ലാത്തത് അമ്മയുടെ നിയമാവലിയൊന്നും പാലിക്കാൻ കഴിയില്ല. കാരണം വലിയും കുടിയൊക്കെ ഉള്ളതുകൊണ്ടേ അതിൽ നിന്നാൽ ഒരു ചട്ടക്കൂട്ടിനകത്ത് നിൽക്കേണ്ടി വരില്ലേ, അതുകൊണ്ടായിരിക്കണം ആവാത്തത്. പിന്നെ ചിലപ്പോൾ ഈ മോഹൻലാലിനും മമ്മൂട്ടിക്കൊന്നും അഭിനയിക്കാറുണ്ടെന്ന് ഇവിടെ ശ്രീനിവാസന് തിരക്കഥ എഴുതാറുണ്ടെന്ന് പറഞ്ഞവന്മാരില്ലേ. ശ്രീനിവാസൻ്റെ തിരക്കഥയല്ല എന്ന് പറയുന്ന ആളുകളുള്ള നാട്ടിൽ മമ്മൂട്ടി മോഹൻലാലൊക്കെ എന്തോ ഞങ്ങൾ വലിച്ചിട്ട് ചെയ്യുന്നതല്ലേ ആക്ടിങ് എന്ന് വിചാരിക്കുന്നവന്മാർ കാണും. അതുകൊണ്ടായിരിക്കും അവർ മെമ്പർഷിപ്പ് എടുക്കാത്തത്. അതുകൊണ്ട് അവർക്ക് നഷ്ടം വരുമെന്നല്ലാതെ അമ്മയ്ക്ക് വരുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം എന്താ പറയുക, അമ്മയിൽ അംഗത്വം ഉണ്ടായിരുന്നാലും ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ 5000 രൂപ കൈനീട്ടം കിട്ടുന്നു, ഫ്രീ ആയിട്ട് എന്താ പറയുക ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് കിട്ടുന്നു, ഒരുപാട് കാര്യങ്ങൾ. നിരാരംഭരായ എത്രയോ പേർക്ക്, കുമ്പളങ്ങി ബീന അടക്കം എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ. അതൊന്നും ഇവർക്ക് വേണ്ട. കാരണം നസീർ സാറ് പടത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് 1 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിയത്. ഇവിടെ ഒരു പടം ആരുടെയെങ്കിലും ഭാഗ്യം കൊണ്ട് ഓടിയാൽ പിറ്റേ ദിവസം 2 കോടിയാണ് പ്രതിഫലം ചോദിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചാണ് ഞങ്ങൾ കോടികൾ ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾക്ക് സംഘടനയൊന്നും ആവശ്യമില്ല, ഞങ്ങൾ തന്നെ തീരുമാനിക്കും, ഞങ്ങൾ തന്നെയാണ് സിനിമ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. അവരില്ലെങ്കിൽ ഈ സംഘടനകൾ അങ്ങ് പോകും. സംഘടനയിൽ ചേരുന്നതിന് ദോഷമില്ലെന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞു വരുന്നത്. സംഘടനയിൽ ചേർന്നാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഫെഫ്ക തുടങ്ങുന്നതിന് മുമ്പ് മാക്ടയുടെ സാംസ്കാരിക സംഘടനയായിരുന്ന മാക്ടയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്ന ആളാണ് ഞാൻ. അന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യങ്ങളും പ്രൊഡ്യൂസേഴ്സ് കേൾക്കില്ലായിരുന്നു. അങ്ങനെ നിവർത്തികേടുകൊണ്ടാണ് ഫെഫ്ക എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ വന്നത്. ആ ട്രേഡ് യൂണിയൻ വന്ന ശേഷം ആർക്കെങ്കിലും എനിക്ക് പൈസ കിട്ടുന്നില്ല, ജോലി ചെയ്തിട്ട് പൈസ കിട്ടുന്നില്ല, കിട്ടേണ്ട അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആ നിയതമായ സമയത്ത് ഷൂട്ടിംഗ് തീരുന്നില്ല എന്നൊന്നും ഒരു കംപ്ലയിൻറ്റും വരുന്നില്ലല്ലോ. വളരെ അച്ചടക്കത്തോടെ ഡിസിപ്ലിനോടെ കാര്യങ്ങൾ നടക്കുന്നില്ലേ. കൃത്യമായി പൈസ കിട്ടും, മറ്റേ പൈസയൊന്നും കിട്ടില്ല. പൈസ തരുന്ന മാന്യന്മാരുണ്ട്. ഇപ്പം ഞാൻ പുറപ്പാടം എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്ത് പടം ദയനീയമായി പൊട്ടി. 20-22 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA ഒക്കെ ആയ മഞ്ഞളാംകുഴി അലിയാണ്, മാക് അലി എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ പ്രൊഡ്യൂസർ. പടം പൊട്ടി ദയനീയമായി പൊളിഞ്ഞ ശേഷം 22 ദിവസമായിട്ട് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ച് പറയുന്നത് തിരുവനന്തപുരം ഓഫീസിൽ ചെന്ന് എൻ്റെ ബാക്കി പൈസ വാങ്ങിച്ചോളാൻ. അങ്ങനെയുള്ള മാന്യന്മാരായ ഒരുപാട് നിർമ്മാതാക്കളുള്ള നാടാണ്, എന്നാൽ തരികിടകൾ ഒരുപാടുള്ളതുമാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഈ ട്രേഡ് യൂണിയൻ ഉള്ളത് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സിനിമയുടെ പറഞ്ഞപ്പം സാറിൻ്റെ സിനിമയാണ് ബംഗ്ലാവിൽ ഔദ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിൽ ലാല് മരിച്ചു കിടക്കുമ്പോൾ ഒരു ഫ്രീസറിൻ്റെ കാര്യം ഭയങ്കര ശ്രദ്ധയേറിയ ഒരു ഇതാണ് ആ ഒരു സീനില്ലേ. അപ്പം ആ ഒരു സീൻ കഴിഞ്ഞിട്ടും ആ ഫ്രീസർ സാറ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു. ഞാൻ ബാംഗ്ലൂരിൽ ചെയ്തതാണ്. അത് ഭയങ്കര കാശ്, അന്നത്തെ കാലത്തെ ഭയങ്കര എമൗണ്ട് ആയതാണ്. കാരണം അത് തന്നെ ഉയരുകയും തന്നെ അടയുകയൊക്കെ വേണ്ടേ. അപ്പം അത് നമ്മുടെ മുത്തുരാജ് എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടർ ഡിസൈൻ ചെയ്ത, മുത്തുരാജിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു പട്ടണ റഷീദിൻ്റെ അനന്തരവൻ ഷിജി പട്ടണ, അയാളായിരുന്നു എൻ്റെ ആർട്ട് ഡയറക്ടർ. അപ്പോൾ മുത്തുരാജിൻ്റെ കൂടെ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുത്തുരാജ് ഡിസൈൻ ചെയ്ത് ബാംഗ്ലൂരിൽ ചെയ്ത്, ബാംഗ്ലൂരിൽ നിന്ന് ആ ഒരു പെട്ടി പാലിൽ എത്തിക്കണമെങ്കിൽ ആലോചിച്ചൊക്കെ അത് ലാലിനെ പോലെ ഒരാൾ കിടക്കണമെങ്കിൽ 6.5 അടി നീളമൊക്കെ വേണ്ടേ. എന്നിട്ട് ആ പെട്ടി അവിടുന്ന് ഞാൻ കയറ്റി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് എൻ്റെ സ്റ്റുഡിയോ കൊണ്ട് വെച്ചിരുന്നു കുറേ കാലം ഇരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ വീടൊക്കെ മാറിയപ്പോഴേ വീട് വിറ്റ് പോവുകയും വാടക വീടുകളിലേക്ക് മാറിപ്പോയപ്പോൾ അത് നശിച്ചു പോയി. ഈ ഒരു ഫീൽഡിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന നല്ലൊരു സുഹൃത്ത് ബന്ധം ആരുമായിട്ടാണ്? സത്യം പറഞ്ഞാലേ എനിക്ക് 3-4 നല്ല സുഹൃത്തുക്കളുണ്ട്.
പക്ഷേ അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇഷ്യൂ വരുമ്പോൾ അവർ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാതിരിക്കുകയും നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ കലഹിക്കും എന്നോട്. അങ്ങനെ എനിക്കുള്ളൊരു കുഴപ്പമുള്ളത് ഞാൻ ആരോടും പിണങ്ങില്ല. പിണങ്ങിയാൽ പിന്നെ എന്ത് നഷ്ടം വന്നാലും ശരി ആ ബന്ധം അവിടെ അവസാനിപ്പിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ സിനിമയിലോ സീരിയലിലോ മനസ്സ് തുറന്ന് സംസാരിക്കാവുന്ന ഒരു സുഹൃത്ത് പോലും ഇല്ല. ഞാൻ അതുകൊണ്ട് തന്നെ ആരുമായിട്ടും ഒന്നും ഷെയർ ചെയ്യാറില്ല. കാരണം നമ്മളോട് പറയുന്നതല്ല, നമ്മളുടെ കേൾക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ഈ സുഹൃത്തെന്ന് വിശ്വസിച്ച് നമ്മൾ പറയുന്നത് ആ സുഹൃത്ത് അടുത്ത ആളിന് ചോർത്തി കൊടുത്തിട്ട് നമുക്കിട്ടൊരു പണി തരുന്ന 1-2 അനുഭവങ്ങൾ എനിക്കുണ്ടായി. അങ്ങനെ വന്നപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ആരുമായിട്ടും ഇപ്പോൾ അങ്ങനെ എനിക്ക് എന്താ കൊണ്ടു കിടക്കാവുന്ന അല്ലെങ്കിൽ എന്നെ സഹിക്കാവുന്നവരില്ല എന്ന് ആണെങ്കിൽ അങ്ങനെ ആണെങ്കിലും പറയാം. അവനെ എങ്ങനെ സഹിക്കണമെന്ന് ചോദിക്കാം. അതുകൊണ്ടായിരിക്കാം. ഇപ്പം തന്നെ എൻ്റെ സിനിമയിൽ കലാഭവൻ മണിയാണ് നായകനാവാനിരുന്നത്. ഞാൻ മാക്ടിയുടെ ജനറൽ ബോഡിയിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം എന്ന് പറയുന്നത് ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ, അതുകൊണ്ട് നമ്മൾ കാശ് മുടക്കുന്ന നിർമ്മാതാക്കളുടെ വേണം നമ്മൾ നിൽക്കാൻ, അല്ലാതെ ഈ താരങ്ങളുടെ പുറകെ നമ്മൾ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗം ഈ കുട്ടിത്തം മാറാത്ത ഒരു പ്രകൃത ഷാജി കൈലാസിൻ്റെ. അയാൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഹൈദരാബാദിലുള്ള മണിക്ക് ഫോണിലൂടെ കേൾപ്പിച്ചു കൊടുത്തു ദിനേശ് പ്രസംഗിക്കുന്നത്. അയാൾ എനിക്ക് പാരവെച്ചതല്ല. പാരവെച്ചാണെങ്കിൽ അയാൾ രഹസ്യമായിട്ട് അത് കഴിയുമ്പോൾ അണക്കിയില്ലേ. അയാൾ ആ പ്രസംഗം മുഴുവൻ കേൾപ്പിച്ചു കൊടുത്ത് മണിക്ക് വയറ് നിറച്ച് അത് കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ ഫോൺ കൊണ്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് മണിയില്ല. അത് ഈ കുട്ടിത്തം മാറാത്തോണ്ട് പറ്റുന്നൊരു കുഴപ്പമാണ്. അപ്പോൾ മണി എന്നോട് കയറി ചൂടായി. സുരേഷ് ഗോപി ചേട്ടൻ ആശുപത്രി കിടക്കുമ്പോൾ ഗണേശ് ചേട്ടൻ്റെ കാറിൽ യാത്ര ചെയ്ത ഒരൊറ്റ പരിചയം വെച്ചല്ലേ ഞാൻ നിങ്ങൾക്ക് ഡേറ്റ് തന്നത്. നിങ്ങൾ പറയുന്നു താരങ്ങളെ ബഹുമാനിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു ബഹുമാനിക്കാൻ പാടില്ല എന്നല്ല, താരങ്ങളല്ല മലയാള സിനിമയിലെ താരങ്ങളെന്ന് പറഞ്ഞാൽ റോഡിൽ സർക്കസ് നടത്തുന്ന ആളുകൾ കൊണ്ട് നടക്കുന്ന കുരങ്ങൻ്റെ റോളേ ഉള്ളൂ എന്ന് ഞാൻ ഓർത്ത് നോക്കി പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇരടാ കൊച്ചുരാമ എന്ന് പറയുമ്പോൾ ഇരിക്കുകയും കിടടാ കൊച്ചുരാമ എന്ന് പറയുമ്പോൾ കിടക്കുകയും കരയടാ കൊച്ചുരാമ എന്ന് പറയുമ്പോൾ കരയും ചെയ്യുന്ന അത്രയും റോളേ നിങ്ങൾക്കുള്ളൂ. ഞങ്ങളാണ് നിങ്ങളെ കൊണ്ടാക്കണേ. നല്ല നിർമ്മാതാക്കളും നല്ല സംവിധായകരും വിചാരിച്ചാലേ താരങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കഥ പറഞ്ഞു, നിങ്ങൾക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു, നിങ്ങളിപ്പോൾ വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി പൈസ എന്നോട് ചോദിച്ചു, ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഗീവ് ആൻഡ് ടേക്ക്. അതുകൊണ്ട് മണി ഞാൻ എന്ത് പ്രസംഗിക്കണം ഞാൻ എന്ത് പ്രസംഗിക്കേണ്ടത് നീ തീരുമാനിക്കേണ്ട. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇതുവരെ അയാൾ പരിചയപ്പെട്ട സിനിമാക്കാരനല്ല അവനെന്ന്. ഞാനൊന്നും ആയിട്ടില്ല ജീവിതത്തിൽ. അവൻ എന്നോട് പറഞ്ഞു നാളെ വൈകുന്നേരം ഞാൻ ചാലക്കുടിയിലെത്തും, നാളെ വൈകുന്നേരം എന്നെ വിളിക്കൂ. ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഞാൻ രാത്രി കിടന്ന് ആലോചിച്ചു. ഞാൻ നാളെ വൈകിട്ട് വിളിക്കുമ്പോൾ സിനിമാക്കാർ 2 രീതിയിലാണ് നമ്മളെ ഒഴിവാക്കാറ്. ഒന്ന്, ഈ കഥ പോലെ ഒരു കഥ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് എന്നോട് ശ്രീനിവാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ട് വിദൂര സാമ്യമുള്ളൊരു സിനിമ ഇതാ വരാൻ പോകണമെന്ന്, മണി ബാക്ക് പോളിസി എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് സിനിമ കണ്ടപ്പോഴേ 5 കിലോമീറ്റർ അകലം പോലും ഇല്ല കഥയ്ക്ക്. അപ്പോൾ എന്നെ ഒഴിവാക്കാൻ ശ്രീനിവാസ് ചേട്ടൻ എന്നോട് പറയാൻ വയ്യ, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ പറയുന്നത് പ്രതിഫലം ഇരട്ടി കേൾക്കും. അല്ലെങ്കിൽ ഈ വർഷം ഡേറ്റ് ചോദിച്ചാൽ എന്നോട് പറയുന്നത് 2030 തരാമെന്ന് പറയും. അങ്ങനെ ജയറാമിൻ്റെ ഒരിക്കൽ പറഞ്ഞു 3 വർഷത്തേക്ക് എൻ്റെ ഡേറ്റ് ഇല്ല, 3 വർഷം കഴിഞ്ഞാൽ മതിയാ ശാന്തി എന്ന് ചോദിച്ചു. ഞാൻ 3 വർഷം കഴിഞ്ഞ് നീ ജീവിച്ചിരിക്കുന്നത് എന്താ ഉറപ്പെന്ന് കേട്ടോ, അതായത് ഫീൽ ചെയ്തു. ശാന്തി സൂക്ഷിച്ച് സംസാരിക്കും. ഞാൻ സോറി, ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്താ ഉറപ്പ്, 3 വർഷം കഴിഞ്ഞ് ദിനേശ് ജീവിച്ചിരുന്നാലേ ഈ സിനിമ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട ജയറാമേ, അതൊക്കെ കൈ വെച്ചറിയാൻ പറഞ്ഞു. ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ അന്ന് അവസാനിപ്പിച്ചു, ജയറാമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച്. അപ്പോൾ ഈ മണിയെ ഞാൻ രാത്രി ഇങ്ങനെ ആലോചിച്ചൊരു തീരുമാനം, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുത്തു. ഈ മണിയെ വെച്ച് ഇനി ഈ സിനിമ ചെയ്യില്ല. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ലാലിനെ വിളിച്ചു. ചേട്ടാ എനിക്കൊന്ന് കാണണം. എടാ ഞാൻ വീട്ടിൽ കൊണ്ട് വാ. അപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 തലമുറയ്ക്ക് ജീവിക്കാനുള്ള കാശുണ്ടാക്കിയിട്ട് എനിക്ക് പലരെപ്പറ്റി പലതും പറയണമെന്നുണ്ട്, പക്ഷേ എനിക്കതിനുള്ള ധൈര്യമില്ല. നീ ജീവിതത്തിലൊന്നും ആയില്ല, പക്ഷേ നീ എല്ലാവരെ പറ്റിയും പറയും, അതാണ് എന്നെ ഇഷ്ടം വിളിക്കുക. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ പുള്ളി ആൻസിന്ന് വിളിക്കുന്നു, ഭാര്യ വരുന്നു, നിൻ്റെ ആരാധനാപാത്രം ഇതാ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ച് എല്ലാം കഴിഞ്ഞ് ചായ കുടിച്ച് എല്ലാം കഴിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു, അതിലെ നായക വേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. ഡബിൾ റോളാണ്. അപ്പോൾ പറഞ്ഞു അയ്യോ അത് മണിയല്ലേ ചെയ്യണം. ഞാൻ ഇങ്ങനെ മണിയായിട്ട് ഇന്നലെ മാറ്റയുടെ ജനറൽ ബോഡിയിൽ ഞാൻ പ്രസംഗിച്ചത് ഷായിക്ക് എല്ലാം കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ മണി എന്നോട് കയറി ഒന്ന് റൈസാവാൻ നോക്കി, ഞാൻ അവനെ മടക്കി. എന്ന് മാത്രമല്ല രാത്രി ഞാൻ ഒരു തീരുമാനം എടുത്ത് ഞാൻ അവനെ ചെയ്യില്ല. അപ്പോൾ എന്നോട് ലാലു പറഞ്ഞത് ആത്മഹത്യാപരമായ തീരുമാനമാണ് നീ എടുക്കണേ. ആദ്യമായിട്ട് ചെയ്യുന്നൊരു പടത്തിൽ മാർക്കറ്റ് വാല്യുള്ളൊരു നടൻ ഡേറ്റ് തന്നിട്ട് അയാളെ കട്ട് ചെയ്തിട്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത എന്നെ വെച്ച് നീ ചെയ്യരുത്. ഞാനതിൽ ആ മൂത്ത മകൻ്റെ വേഷം ചെയ്യാം. ഞാൻ ഇനി ഈ പ്രോജക്റ്റ് നടക്കുകയാണെങ്കിൽ അതിൽ മണി ഉണ്ടാവില്ല. അല്ല മണിയെ തന്നെ വെച്ച് ചെയ്യണമെന്ന് നിർമ്മാതാവ് പറയണേ ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യില്ല. താങ്കൾക്ക് പറ്റുമോ ഇല്ലെന്നിട്ട് ചെയ്ത ആളാണ് ലാല്. ഞാൻ പറയാൻ വന്നത് ആ ലാലേട്ടൻ ഈ ദിലീപ് നടിയെ ആക്രമിച്ച കേസിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഞാൻ എൻ്റെ ചാനലിലൂടെ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ അത് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിനേശ്
ഞാൻ ആകെ ഒരു തെറ്റേ നിന്നോട് ചെയ്തുള്ളൂ, നിൻ്റെ പടത്തിൽ നായകനായത്. ഞാൻ കിട്ടും എന്ത് പറ്റി? അല്ല നീ ഇങ്ങനെ ഒരു എപ്പിസോഡ്. ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വാ തുറക്കണം, നിങ്ങളുടെ വീട്ടിലാണല്ലോ ആ നടി വന്നത്. ഇങ്ങനെ ലോകത്താദ്യമായിട്ടാണ് ഒരു നടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ പീഡിപ്പിച്ചവന്മാർ ചോദിക്കുകയാണ് സേഫായിട്ട് എവിടെ കൊണ്ടിറക്കണം, എവിടെ പോകണം, പോലീസ് സ്റ്റേഷനിൽ പോകണം അതോ വീട്ടിൽ പോകണം, എവിടെ പോകണം എന്ന് ആരും കേൾക്കുമോ? ഇല്ല. അപ്പോൾ വലിച്ചെറിഞ്ഞിട്ട് രക്ഷപ്പെടാമല്ലോ നോക്കൂ. ഇതാ നടിയോട് തന്നെ ലോകത്താദ്യമായിട്ടാണ് ഒരു കേസിൽ പീഡിപ്പിക്കപ്പെട്ട നടിയോട് ചോദിക്കേണ്ടത് എവിടെ പോകണം. അപ്പോൾ അവർ പറയുന്നു എന്നെ ലാലിൻ്റെ വീട്ടിൽ കൊണ്ടാക്കും. അപ്പോൾ പട്ടണ റഷീദ്, ആഷിഖ് അബു ഒക്കെ താമസിക്കുന്ന ആ റോഡിലാണ്, ഒരേ റോഡിലാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കിയ സ്ഥിതിക്ക് നിങ്ങളതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആ എപ്പിസോഡിൽ പറഞ്ഞത് പുള്ളിക്ക് സഹിച്ചില്ല. അപ്പോൾ ലാലുമായിട്ടുള്ള ബന്ധവും പോയി അതോടെ. മനസ്സിലായില്ലേ? കുറേ ബന്ധങ്ങൾ ഇങ്ങനെ സ്പോയിലായി പോകും. പക്ഷേ ഞാനതിൽ നിരാശപ്പെടാറില്ല. കാരണം നമ്മൾ ജീവിതത്തിൽ ഒരു പ്രിൻസിപ്പളിലും സത്യസന്ധമായും ജീവിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മളത് പറയും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയെന്ന് ഞാൻ നോക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വ്യക്തികളുമായും 100% എൻ്റെ ഭാര്യയോടോ എൻ്റെ മോനോടോ ഉള്ള ഒരു മാനസിക അടുപ്പം സിനിമാ ബന്ധങ്ങളിൽ ഒരാളോടും ഇല്ല. ആകെ ഉണ്ടായിരുന്നത് എൻ്റെ ജെയ്സി സാറായിരുന്നു. അദ്ദേഹം മരിച്ചുപോയില്ല, എൻ്റെ ഗുരുനാഥൻ, എൻ്റെ ഒരു മകനെ പോലെ കണ്ടിരുന്ന ഗുരുനാഥൻ. എൻ്റെ വേറൊരു ഗുരുനാഥനായ ഹരികുമാർ പോലും അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി പോലും എന്നെ കാണാൻ സമ്മതിച്ചില്ല. മനസ്സിലായില്ല? അദ്ദേഹം എന്നോട് കാണിച്ച കൊള്ളരുതായ്മകൾ പരസ്യമായി പറഞ്ഞതിൻ്റെ പേരില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ കേട്ടൊരു സംഭവമാണ്, ഇന്ദ്രൻ സാറിൻ്റെ മറ്റൊരു ടൈലറിങ് ഷോപ്പിലാണ് ഷർട്ടൊക്കെ തയ്പ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അവിടെ തന്നെയാണോ തയ്പ്പിക്കുന്നത്? ആയിരുന്നു. ഇന്ദ്രൻസിൻ്റെ ടൈലറിങ് എന്നല്ല, ഇന്ദ്രൻസിൻ്റെ വളരെ മാനസികമായ അടുപ്പമുള്ള, ഞാൻ വർക്ക് ചെയ്ത സിനിമകളിലെല്ലാം കഴിയുമെങ്കിൽ ഒരു ചെറിയ വേഷം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഞാൻ തിരക്കഥ എഴുതിയ 2 സീരിയലുകളിലൂടെയാണ് കേരളം മുഴുവൻ ഇന്ദ്രൻസിന് അറിയപ്പെട്ടത്. അമ്പലക്കര യു പി സ്കൂളും കുഞ്ഞമ്മീൻ കൂട്ടുകാരും. അമ്പലക്കര യു പി സ്കൂളാണ് കുഞ്ഞമ്മീൻ കൂട്ടുകാരോ കഴിഞ്ഞിട്ട് ആകാശദൂതം എന്ന് പറഞ്ഞ പടത്തിൻ്റെ കോസ്റ്റ്യൂമറാണ് ഇന്ദ്രൻസ്. ഇന്ദ്രൻസ് കോസ്റ്റ്യൂംസുമായിട്ട് ഒരു ടെമ്പോയിൽ ചെന്നിറങ്ങി ഈ തുണികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള കോട്ടയത്തുള്ള ആൾക്കാരെല്ലാം കൂടെ ഇയാളെ ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് വരണുണ്ട്. അപ്പോൾ നടൻ മുരളിച്ചേട്ടൻ അടുത്തിരുന്ന് ആരോട് ചോദിച്ചു എന്താ ഈ കാണുന്നത് എന്നുള്ളത്. അതിപ്പോൾ ഇയാൾ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന താരമാണ് ഒരു സീരിയലിൽ, ആ ആരാധന കാണിക്കുന്നതാണെന്ന് പറഞ്ഞു. അത്രയും പേരുണ്ടാക്കിയ ആളായിരുന്നു ഇന്ദ്രൻസ് ആ 2 സീരിയലിൽ. നല്ല ബന്ധമായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത് എഴുന്നള്ളത്തടക്കം ഏത് സിനിമ നോക്കിയാലും അതിലെല്ലാം കൊച്ചു വേഷങ്ങൾ, കാവടിയാട്ടം, എല്ലാ പടങ്ങളിലും കൊച്ചു വേഷങ്ങളും ചെയ്യുമായിരുന്നു. അയാൾ താരമായ ശേഷം ഞങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധമില്ല, പഴയ ബന്ധമില്ല. മറ്റേ ഇപ്പോൾ എൻ്റെ ഭാര്യ ഒരു 60 ദിവസം തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ കിടന്നു, പേവാടിൽ. ഞാൻ പോലും ഇല്ലാത്തപ്പോൾ ഞാൻ ആരോടും പറയാതിരുന്ന രഹസ്യമാക്കി വെച്ചതാണ്. എങ്ങനെയാണ് ഇന്ദ്രൻ അറിഞ്ഞെന്ന് പോലും എനിക്കറിയില്ല. ഇന്ദ്രൻ അവിടെ സിന്ധുവിനെ കാണാൻ വന്നിട്ടുണ്ട്. അതുപോലെ ഏത് കാര്യങ്ങളിലും അതുപോലെ ബന്ധം ഉണ്ടായിരുന്നു, അത്രയും ആത്മബന്ധം ഉണ്ടായിരുന്നു. അയാളൊരു താരമായതോടുകൂടി ആ ബന്ധം അവസാനിപ്പിച്ചു. അതൊരു ബാധ്യത ആവണ്ടെന്ന് വെച്ചു. കാരണം ഒന്ന് എനിക്ക് വേണമെങ്കിലേ അയാൾ നല്ല ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിയിരുന്ന ആളാണ് ഉദ്ഘാടനത്തിൻ്റെയൊക്കെ. അയാളുടെ ഒരു ഏജൻറ്റായിട്ട് നടന്നാൽ മതിയായിരുന്നു. ഒരു 50 ഉദ്ഘാടനമെങ്കിലും എന്നോട് പലരും വന്ന് ചോദിച്ചൊന്നു റെഡിയാക്കി തരുമെന്ന്. ഞാൻ അയ്യോ നമ്പർ തരാം, നിങ്ങൾ നേരിട്ട് അയക്കുമോ. ഞാനൊരു 30 ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു 25 ലക്ഷം രൂപയ്ക്കോ അയാൾക്ക് ഒരു ഉദ്ഘാടനം പിടിച്ചു കൊടുത്തിട്ട് 5 ലക്ഷം രൂപ എനിക്ക് വാങ്ങിക്കാമായിരുന്നു. ഞാനൊരു ഉദ്ഘാടനത്തിന് പോലും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. അയാളൊരു തയ്യക്കട ആധുനിക രീതിയിൽ കുമാരപുരത്ത് തുടങ്ങിയപ്പോൾ എന്നോടാണ് ചോദിച്ചത് ഒരു നടിയെ ശരിയാക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ശാന്തികൃഷ്ണയെ ശരിയാക്കി കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു പവൻ്റെ ഒരു വളം വാങ്ങിക്കൊടുക്കാം. അങ്ങനെ ശാന്തികൃഷ്ണ ഞാൻ വർക്ക് ചെയ്യുന്ന ചാവല്യം എന്നുള്ള സീരിയലിൽ അഭിനയിക്കുക. ശാന്തികൃഷ്ണയെ ഏർപ്പാടാക്കി കൊടുത്തു. ശാന്തികൃഷ്ണ പോയി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഒരു വളരെ കുലീനയായ സ്ത്രീയാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് അവർ ചോദിച്ചു ഞാൻ ഉദ്ഘാടനത്തിന് ചെന്ന കാര്യങ്ങളൊക്കെ ഇന്ദ്രൻസ് സംസാരിച്ചോ എന്നിട്ട്. ഇല്ല ഞാൻ ചോദിച്ചില്ല. പോയില്ലേ എന്നിട്ട്? പോയി. പറഞ്ഞ ഗിഫ്റ്റ് തന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചിരി ചിരിച്ചു. എന്നിട്ട് എൻ്റെ അവർ തന്നു എന്ന് പറഞ്ഞു. എന്ത് ഇങ്ങനെ? അല്ല 2 ഗ്രാമിൻ്റെ ഒരു മോതിരം തന്നു. ഒരു മോൻ്റെ വള പറഞ്ഞിട്ട് 2 ഗ്രാമിൻ്റെ ഒരു മോതിരം. പറഞ്ഞു ഇല്ലായ്മ കൊണ്ടാണ്, പോട്ടെ. അങ്ങനെയൊക്കെയുള്ളൊരു നല്ല ബന്ധമായിരുന്നു ഞാൻ ഇന്ദ്രൻസുമായിട്ട്. പക്ഷേ അയാൾ താരമായി കഴിഞ്ഞപ്പോൾ നമ്മളങ്ങ് ഒഴിവായി. ഞാൻ ഒഴിവായതാണ് കേട്ടോ. എനിക്കത് പറ്റില്ല എന്ന് തോന്നിയുണ്ട്. പക്ഷേ ഭയങ്കര അത്യാവശ്യം നല്ലൊരു വ്യക്തിയല്ലേ. വേണ്ട, എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി. എനിക്ക് എന്തോ പലതും കൊണ്ടും, പ്രത്യേകിച്ചും അയാൾ ആരെങ്കിലും ഒരു പത്രക്കാരെ ഇൻ്റർവ്യൂ ചെയ്താലോ അയാളുടെ പുസ്തകം മറ്റേ സൂചിന്നൂലോ ഒക്കെ എടുത്തു വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ ജനിച്ചത് തന്നെ രാജസേനൻ്റെ പടത്തിൽ അഭിനയിക്കാനാണെന്ന് തോന്നുന്നു. അയാൾ ഈ കുഞ്ഞമ്മീൻ കൂട്ടുകാരോ അമ്പലക്കര സ്കൂളിൽ നിന്ന് ഒരക്ഷരം അതൊന്നും പറയില്ല. സീരിയലൊക്കെ അയാൾ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. കാരണം അതൊന്നും അയാൾ ഓർമ്മ പോലും ഇല്ല. പുള്ളിക്ക് അൾഷിമേഴ്സ് ഉള്ളതുകൊണ്ട് മറന്നു പോയതായിരിക്കാം. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരാളുമായിട്ടുള്ള സൗഹൃദം വേണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഹായ് അത്രയേ ഉള്ളൂ. പിണക്കമൊന്നുമില്ല. എവിടെ വെച്ച് കണ്ടാലും അത്ര അത് മതിയെന്ന് വെച്ചു. അതിനപ്പുറം ആയാലും അത് ഭാരം കൂടും.
അതുകൊണ്ട് വേണ്ട. ഈ അടുത്ത കാലത്തും എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ മാർക്കറ്റൊക്കെ ഉള്ളതല്ലേ, എന്നെ മുതലാളി എന്നാണ് വിളിക്കാറ്. എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. മുതലാളി, നമുക്കൊരു സിനിമ ചെയ്യാം, എവിടെന്നെങ്കിലും ഒരു പ്രൊഡ്യൂസറെ പിടിക്കും, ഞാൻ വേണമെങ്കിൽ ഞാൻ നോക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ പ്രൊഡ്യൂസറൊന്നുമില്ല. അല്ല, ഞാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ സബ്ജക്റ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു. എനിക്ക് വേണമെങ്കിൽ ഇന്ദ്രൻസ് നന്നായിട്ട് വിറ്റെടുക്കാമായിരുന്നു. ഞാൻ ചെയ്തിട്ടില്ല. എന്തോ അത് എൻ്റെ ജാതകത്തിൻ്റെ കുഴപ്പമായിരിക്കും, എനിക്കതൊന്നും പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പോൾ സർ താങ്ക് യു സോ മച്ച്. ഇതുപോലെ സത്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയുന്ന ഒരാളെ ഞാൻ ശരിക്കും അതുകൊണ്ട് കേരളത്തിലെ എല്ലാ കോടതികളിലും കേസുണ്ട്. ആണ്. കേസ് ഉണ്ടെങ്കിൽ എന്താണ്, സ്വന്തം മനസ്സിലുള്ള എല്ലാം തുറന്ന് പറയാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അത് ഇനി എന്ത് നഷ്ടം വന്നാലും പറയും. ഇപ്പോൾ എൻ്റെ പേരിൽ പോക്സോ കേസുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ണുകൊണ്ട് ഒരാളിനെ, ഒരു പെൺകുട്ടിയോട് മോശമായി കണ്ണുകൊണ്ട് പോലും നോക്കാത്ത എൻ്റെ പേരിൽ കേസുണ്ട്. നമ്മുടെ സംവിധായകൻ കമൽ കൊടുത്ത കള്ള കേസാണ്. കാരണം കമലിന് എന്നെ തോപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പെൺകുട്ടിയെ കൊണ്ട് കേസ് പിടിപ്പിച്ചു. ഞാൻ ADGP സന്ധ്യ എല്ലാം വലിയ വലിയ ആളുകളാണ് കൊടുത്തേക്കുന്നത്. പോലീസിൻ്റെ കൃത്യനിർവഹണത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് ADGP സന്ധ്യ കേസ് കൊടുത്തിട്ടുണ്ട്. അത് അങ്കമാലി കോടതിയില്ല. കുറച്ച് സീരിയസ് ആണല്ലോ. ഒരു ചുക്ക് സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. ഇതിലൊന്നിലും ദിനേശിനെ ഒരു കോടതിയും, എനിക്ക് കോടതിയെ മാത്രമാണ് വിശ്വാസമുള്ളത്. കാരണം കോടതി കൂടെ ഈ നാട്ടിലില്ലായിരുന്നെങ്കിലേ ഈ ലോകം ഇട്ടേക്കില്ല പോലീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ശിക്ഷിക്കാവുന്ന ഒരു കേസിലും ദിനേശ് പെടില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒരു പേടിയില്ല. പിന്നെ നമ്മുടെ സമയം ഒരുപാട് പോകും. ഇപ്പോൾ പോക്സോ കേസ് എന്ന് പറയുന്നത് നെടുമങ്ങാടാണ് എൻ്റെ പോക്സോ കോടതി. 80 വയസ്സുള്ള അമ്മച്ചിയെ പീഡിപ്പിച്ച 20കാരനും 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച 80കാരനും അവിടെ വന്ന് തലകുനിച്ചാണ് നിൽക്കുന്നത്. അവിടെയാണ് I2I എന്ന് പറഞ്ഞ ചാനലിലാണ് ഞാൻ അഭിമുഖം കൊടുത്തത്. അവിടെയാണ് ഈ I2Iയുടെ സുനിലും ഞാനും പോയി നെളിഞ്ഞ് നിൽക്കുന്നത്. ജഡ്ജിക്ക് എന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവന്മാർ ഭയങ്കര കുഴപ്പക്കാരാണെന്ന്. കാരണം തല ഉയർത്തിപ്പിടിച്ചാൽ നിൽക്കണം അന്തസ്സായിട്ട്. കാരണം എന്താ പറയുക, ആ പോക്സോ കോടതിയിലൊന്നും കയറാൻ യോഗ്യതയുള്ളവരല്ല ഞങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ഇപ്പം ഞങ്ങളത് ഹൈക്കോടതിയിൽ കൊടുത്ത് സ്റ്റേ വാങ്ങിച്ചു. വാദം തുടങ്ങിയിട്ടില്ല. വാദം തുടങ്ങുമ്പോൾ ഈ കമല കൊണ്ടുവന്ന പെൺകുട്ടി ഒരുപാട് വെള്ളം കുടിക്കും. അത് വേറൊരു പ്രശ്നം. നോക്കാം. അപ്പോൾ സർ ഓൾ ദി ബെസ്റ്റ് സാറിൻ്റെ ബാക്കി ചാനലിലും കാര്യങ്ങളിലും ഒക്കെ. പിന്നെ സംസാരിച്ചതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം, ഒരുപാട്. എന്നാൽ ഈ നിങ്ങളുടെ ഈ ഹെഡ് അൽത്താഫ് വിളിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഈ ചാനലുകാർ ഒരേ ചോദ്യങ്ങളാണ് ചോദിക്കാറ്, ഈ ടൈപ്പായ ചോദ്യങ്ങളെ. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ പറഞ്ഞ് ഈ കേൾക്കുന്നവർക്ക് മടുത്തില്ലെങ്കിൽ എനിക്ക് മടുക്കും. കാരണം 10-100 ക്യാമറയുടെ മുമ്പൊക്കെ ആ വടക്കൻ വീരഗാഥയുടെ പ്രിവ്യൂ കാണാൻ ചെന്നിടത്തൊക്കെ 10-40 ക്യാമറയൊക്കെ നിന്ന് ഒരേ ചോദ്യമല്ലേ ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് അൽത്താഫ് ആദ്യം ചോദ്യം പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ഉദാഹരണമായിട്ട് എക്സാമ്പിളായിട്ട് 2-3 ചോദ്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതുവരെ എൻ്റെ താങ്കൾ ചോദിച്ചതും സ്ഥിരമായി ആരും ചോദിക്കാത്ത ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്കും സന്തോഷമുണ്ട്. നിങ്ങളുടെ ചാനൽ വലിയ വിജയമാവട്ടെ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ടേണിംഗ് സ്റ്റാറിൽ അടുത്ത ഒരു ഗസ്റ്റുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ.